ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC പ്രസത്തിലേക്ക് സ്വാഗതം. ഇന്നു മുതൽ നമ്മൾ 9ാം ക്ലാസ്സിലെ SCERT ന്യൂ സിലബസ് പ്രകാരമുള്ള ജോഗ്രഫി പാർട്ടാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ജോഗ്രഫിയിലെ 1ാമത്തെ ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് SCERT സോഷ്യൽ സയൻസ് 5ാം ക്ലാസ്, അതുപോലെ 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് എന്നിവയൊക്കെ നമ്മൾ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർക്ക് അതിൻ്റെ വീഡിയോസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, അത് കാണുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയാണെങ്കിൽ പ്ലീസ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലിടുക. എന്തെങ്കിലും ക്ലാസ്സുകൾക്ക് പോരായ്മയുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കമൻറ്റ് അത്യാവശ്യമാണ്. അപ്പോൾ അതുപോലെ തന്നെ പലരുടെയും അഭിപ്രായങ്ങൾ മാനിച്ചുകൊണ്ട് നമ്മൾ SCERT ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സുകളായിട്ടാണ് എടുക്കുന്നത്. ഒരു പോയിൻ്റ് പോലും നമ്മൾ വിടാതെ SCERTയിൽ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ലെവലിൽ ഏത് ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചാലും അതിൻ്റെ മാർക്ക് നഷ്ടപ്പെടാതെ നമുക്ക് കിട്ടണം. ആ രീതിക്കുള്ള ക്ലാസ്സുകളാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. അപ്പോൾ എല്ലാവരും ക്ലാസ്സുകൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ നമുക്ക് ജോഗ്രഫി പാർട്ട് 1ാമത്തെ ക്ലാസ്സിലേക്ക് പോകാം. ലോകത്തിൻ്റെ നെറുകയിൽ എന്നതാണ് നമ്മുടെ 1ാമത്തെ ചാപ്റ്റർ. ഇന്ത്യ എന്നത് ഒരു മിശ്ര ബഹുസ്വര സംസ്കാരത്തിൻ്റെ നാടാണ്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ നാട് വൈവിധ്യങ്ങളുടെ നാടാണ് എന്ന് നമുക്ക് അറിയാം. ആദിമകാലം മുതൽക്കേ പല വിദൂര ദേശങ്ങളിൽ നിന്നും ഇവിടേക്ക് വന്നെത്തിയ പ്രാകൃത ജനവിഭാഗങ്ങളും പിൽക്കാലത്ത് പല ഘട്ടങ്ങളിലായി പല വഴികളിലൂടെ ഇന്നാട്ടിൽ വന്നെത്തുകയും സഹസ്രാബ്ദങ്ങളായി ഇവിടെ ജീവിക്കുകയും ചെയ്ത അനവധിയായ മനുഷ്യ സമൂഹങ്ങൾ വഴിയുമാണ് മറ്റൊരു രാജ്യത്തും കാണാൻ കഴിയാത്ത ഈ സാംസ്കാരിക വൈവിധ്യം ഇവിടെ രൂപപ്പെട്ടത്. ഭാഷ, വേഷഭൂഷാദികൾ, ആചാരങ്ങൾ, ആഘോഷങ്ങൾ, വിശ്വാസ പ്രമാണങ്ങൾ, കൃഷി എന്നിങ്ങനെ നിരവധി രംഗങ്ങളിൽ ഈ വൈവിധ്യം പ്രകടമാണ്. ഇന്ത്യയിലെ ഈ സാംസ്കാരിക വൈവിധ്യത്തിന് പിന്നിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഭൂപ്രകൃതി വൈവിധ്യത്തിന് ഗണ്യമായ പങ്കുണ്ട്. വടക്ക് ഭാഗത്ത് വൻ കോട്ട പോലെ രാജ്യത്തിൻ്റെ അതിരായി നിലകൊള്ളുന്ന ഉത്തരപർവ്വത. അപ്പോൾ ഇന്ത്യയുടെ വടക്ക് ഭാഗത്ത് ഏതാണ്? ഉത്തരപർവ്വത മേഖല. എങ്ങനെയാണ് ഉത്തരപർവ്വത മേഖല രാജ്യത്തിൻ്റെ അതിരായി ഒരു കോട്ട പോലെയാണ് നമുക്ക് ഉത്തരപർവ്വത മേഖല എന്ന് പറയുന്നത്. അതിന് തൊട്ട് തെക്കായി എന്താണ്? ഫലഭൂയിഷ്ഠവും വിശാലവുമായ സമതല പ്രദേശം. ഇനി പടിഞ്ഞാറ് മരുപ്രദേശം, മരുഭൂമി. മധ്യഭാഗത്താണെങ്കിലോ അതിവിശാലമായ പീഠഭൂമി. കിഴക്കും പടിഞ്ഞാറും ഭാഗങ്ങളിൽ സുദീർഘമായ തീരദേശങ്ങൾ, ദ്വീപസമൂഹങ്ങൾ, ഇവയൊക്കെ ചേർന്നതാണ് ഇന്ത്യയുടെ ഭൂപ്രകൃതി എന്ന് പറയുമ്പോൾ ഈ വൈവിധ്യം എത്രമാത്രമുണ്ടെന്ന് നിങ്ങൾക്ക് ബോധ്യമായില്ലേ? ഭൂപ്രകൃതിയിലെ ഈ വൈവിധ്യവും രാജ്യത്തിൻ്റെ സവിശേഷമായ സ്ഥാനവും ഇവിടെ മൺസൂൺ കാലാവസ്ഥ അനുഭവപ്പെടുന്നതിന് കാരണമായി തീർന്നിട്ടുണ്ട്. ഇതൊക്കെ ചേർന്ന് നൂറ്റാണ്ടുകളായി ഇന്ത്യയിലെ കൃഷി, ജനജീവിതം എന്നിവ ക്രമപ്പെടുത്തിയിരിക്കുന്നു. വൈവിധ്യങ്ങൾ ഏറെയുണ്ടെങ്കിലും അതിനിടയിലും ഏകത്വത്തിൻ്റെ ഒരു നേർത്ത നൂലുകൊണ്ട് ഈ നാടിനെയും ജനങ്ങളെയും ഒന്നിപ്പിക്കുന്ന ഘടകങ്ങളുമുണ്ട്. ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ചാപ്റ്ററിലൂടെ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ചർച്ച ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഭൂപ്രകൃതി വിശേഷങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയെ നമ്മൾ താഴെ പറയും വിധം 5ആയി തരംതിരിച്ചിരിക്കുന്നു. അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ രാജ്യത്തെ ഭൂപ്രകൃതി സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ എത്രയായിട്ട് തിരിച്ചിട്ടുണ്ട്? 5ആയി തരംതിരിച്ചിട്ടുണ്ട്. അതിൽ 1ാമത്തേതാണ് ഉത്തരപർവ്വത മേഖല, 2ാമത്തേത് ഉത്തരേന്ത്യൻ സമതലം, ഉപദ്വീപീയ പീഠഭൂമി, ഇന്ത്യൻ മരുഭൂമി, തീരസമതലങ്ങളും ദ്വീപുകളും. അപ്പം ഇങ്ങനെ 5 ആയിട്ടാണ് നമ്മുടെ ഭൂപ്രകൃതി സവിശേഷതകളെ തരംതിരിച്ചിരിക്കുന്നത്. ഇനി ഇവിടെ ഇന്ത്യയുടെ ഭൗതിക ഭൂപടമാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് നോക്കാം. അതിനു മുന്നേ ലോകത്തിൻ്റെ മേൽക്കൂര എന്നറിയപ്പെടുന്ന പാമീർ പർവ്വതക്കെട്ടിൽ നിന്നും ഉത്ഭവിച്ച്
കിഴക്ക് പൂർവാചൽ വരെ വ്യാപിക്കുന്ന നിരവധി നിരകൾ ചേർന്നതാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വടക്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വടക്ക് എന്താണ്? ലോകത്തിൻ്റെ മേൽക്കൂര എന്നറിയപ്പെടുന്ന പാമീർ പർവ്വതക്കെട്ടിൽ നിന്ന് ഉത്ഭവിച്ച് പൂർവാചൽ വരെ വ്യാപിച്ചു കിടക്കുന്ന പർവ്വത നിരകൾ ചേർന്നതാണ് നമ്മുടെ ഇന്ത്യൻ ഉപഭൂഖത്തിൻ്റെ വടക്ക്. വടക്ക് കിഴക്കൻ അതിരായ അതുപോലെ വടക്ക് കിഴക്കൻ അതിരായ ഉത്തര പർവ്വത മേഖല. അപ്പോൾ ലോകത്തിൻ്റെ മേൽക്കൂര എന്നറിയപ്പെടുന്ന പീഠഭൂമി ഏതാണ്? അതാണ് പാമീർ പീഠഭൂമി അല്ലെങ്കിൽ പാമീർ പർവ്വതക്കെട്ട്. അതിനെ അറിയപ്പെടുന്നത് എന്താണ്? ലോകത്തിൻ്റെ മേൽക്കൂര എന്നാണ് അറിയപ്പെടുന്നത്. കിഴക്ക് പൂർവാചൽ, അപ്പോൾ നമ്മുടെ ഏതാണ്? കിഴക്ക് പൂർവാചൽ വരെ വ്യാപിക്കുന്ന നിരവധി പർവ്വത നിരകൾ ചേർന്നതാണ്. ഈ പാമീർ പർവ്വതക്കെട്ടിൽ നിന്നും ഉത്ഭവിച്ച് കിഴക്ക് പൂർവാചൽ വരെ വ്യാപിക്കുന്ന നിരവധി പർവ്വത നിരകൾ ചേർന്നതാണ് ഇന്ത്യൻ ഉപഭൂഖത്തിൻ്റെ വടക്ക് കിഴക്കൻ അതിരായ ഉത്തര പർവ്വത മേഖല. അപ്പോൾ നിരവധി പർവ്വതങ്ങൾ ചേർന്നതാണ് ഏതെന്ന് പറയുന്നത്? നമ്മുടെ ഉത്തര പർവ്വത മേഖല. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, നൽകിയിട്ടുള്ള ഭൂപടം ചിത്രം 1.1 പരിശോധിച്ച് ഉത്തര പർവ്വത മേഖലയുടെ സ്ഥാനം മനസ്സിലാക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ പാമീർ പർവ്വതക്കെട്ടിൽ നിന്നും ഉത്ഭവിക്കുന്ന മറ്റ് പർവ്വത നിരകൾ ഏതൊക്കെയെന്ന് കണ്ടെത്തി പട്ടികപ്പെടുത്താനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചിത്രം 1.1 പോകാം. അപ്പോൾ ഇവിടെ എന്താണ് തന്നിരിക്കുന്നത്? ഇതാണ് നമ്മുടെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വടക്ക് ഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ ചിത്രം ഉള്ള ഒരു ഭൂപടമാണിത്. അപ്പോൾ ഇതിൽ നമ്മുടെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വടക്ക് ഭാഗം, അപ്പം നമ്മൾ പറഞ്ഞു ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വടക്ക് ഭാഗം ഏതൊക്കെ ചേർന്നതാണ്? ഇതാണ് വടക്ക് ഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പർവ്വത നിരകൾ തന്നിട്ടുണ്ട്. പർവ്വത നിരകൾ എന്ന് പറയുമ്പോൾ പർവ്വത നിരകളെ സൂചിപ്പിക്കുന്നത് ഇതാണ്. പർവ്വത നിരകളെ സൂചിപ്പിക്കുന്ന ചിത്രം എന്ന് പറയുന്നത് ഈ ഓറഞ്ച് കളറിൽ ഇതാണ് പർവ്വത നിര. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ ഭൂപ്രദേശം ഇങ്ങനെ പോകുന്നുണ്ട്. ഇതെല്ലാം എന്താണ്? ഉത്തര പർവ്വത മേഖലയുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഇവിടെയൊക്കെ എന്താണ്? നമ്മുടെ ഉത്തര പർവ്വത മേഖല. ഇവിടെ പറഞ്ഞ ഇതാണ് പാമീർ പീഠഭൂമി എന്ന് പറയുന്നത്. അപ്പോൾ ഈ പാമീർ പീഠഭൂമിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നിരവധി പർവ്വതങ്ങൾ ചേർന്ന് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ്? പാമീർ പർവ്വതക്കെട്ടിൽ നിന്ന് ഉത്ഭവിക്കുന്ന പർവ്വതങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ നമുക്കറിയാം. ഇവിടെ ഹിന്ദു കുഷ് ഉണ്ട്, ടിയാൻ ഷാൻ ഉണ്ട്, കുൻലൂൺ. അപ്പോൾ ഏതൊക്കെയാണ്? ഹിന്ദു കുഷ്, ടിയാൻ ഷാൻ, കുൻലൂൺ എന്നിവ എവിടെ നിന്ന് ഉത്ഭവിക്കുന്ന? നമ്മുടെ പാമീർ പർവ്വതക്കെട്ടിൽ നിന്ന് ഉത്ഭവിക്കുന്ന എന്താണ്? പർവ്വത നിരകളാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞ എന്താണ്? ഉത്തരപർവ്വത മേഖലയുടെ സ്ഥാനം മനസ്സിലാക്കാനാണ് പറഞ്ഞത്. നമ്മൾ പറഞ്ഞു പാമീർ പർവ്വതക്കെട്ടിൽ നിന്നും ഉത്ഭവിക്കുന്ന മറ്റ് പർവ്വത നിരകൾ ഏതൊക്കെയെന്ന് കണ്ടെത്തി പട്ടികപ്പെടുത്താൻ പറഞ്ഞു. അപ്പോൾ ഏതൊക്കെയായിരുന്നു? നമ്മൾ പഠിച്ചു. കുൻലൂൺ ഉണ്ട്, ടിയാൻ ഷാൻ ഉണ്ട്, കുൻലൂൺ, ടിയാൻ ഷാൻ, ടിയാൻ ഷാൻ, പിന്നെ ഏതാണ്? ഹിന്ദു കുഷ്. ഹിന്ദു കുഷ്. അപ്പോൾ ഇതൊക്കെയാണ് എവിടെ നിന്ന് ഉത്ഭവിക്കുന്ന? പാമീർ പർവ്വതക്കെട്ടിൽ നിന്നും ഉത്ഭവിക്കുന്ന മറ്റ് പർവ്വത നിരകളെന്ന് പറയുന്നത്. അപ്പോൾ പാമീർ പർവ്വത നിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന പർവ്വതക്കെട്ടിൽ നിന്ന് ഉത്ഭവിക്കുന്ന മറ്റ് പർവ്വതങ്ങൾ ഏതൊക്കെയാണ്? ടിയാൻ ഷാൻ, കുൻലൂൺ, പിന്നെ ഏതാ? ഹിന്ദു കുഷ് എന്നിവയാണ്. പിന്നെ നമ്മൾ പറഞ്ഞു ഇനി നമ്മുടെ ഉത്തരപർവ്വത മേഖലയുടെ ചിത്രമാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇതാണ് ഉത്തരപർവ്വത മേഖല എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഭാഗങ്ങളെല്ലാം എന്താണ്?
ഉത്തരപർവ്വത മേഖലയുടെ ഭാഗമായിട്ട് വരുന്നതാണ് ഈ കാണുന്നതെല്ലാം. ഇവിടെ എല്ലാം എന്താണ്? ഉത്തരപർവ്വത മേഖലയുടെ ഭാഗങ്ങളായിട്ട് വരുന്ന ഭാഗങ്ങളാണ്. ഇതെല്ലാം ചേർന്നതാണ് എന്തെന്ന് പറയുന്നത്? ഉത്തരപർവ്വത മേഖല എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഉത്തരപർവ്വത മേഖലയിൽ ഏതൊക്കെയാണ്? കാരക്കോറം, ലഡാക്ക് നിരകൾ, സസ്കർ നിരകൾ, അതുപോലെ ഏതൊക്കെയാണ്? പട്കായ്ബം കുന്നുകൾ, നാഗ കുന്നുകൾ, ഖാസി, ജയന്തിയ, ഗാരോ, മീസോ, ഇതെല്ലാം കൂടി ചേർന്നതാണ് എന്തെന്നും നമ്മൾ പറയുന്നത്? ഉത്തരപർവ്വത മേഖല എന്ന് പറയുന്നത്. അടുത്ത്, താരതമ്യേന പ്രായം കുറഞ്ഞതും ഉയരമേറിയതുമായ ഈ പർവ്വതനിരകൾ ശിലാപാളികൾക്ക് വലനം സംഭവിച്ച് രൂപപ്പെട്ട മടക്ക് പർവ്വതങ്ങളാണ്. അപ്പം നമ്മൾ പറഞ്ഞു ഈ പറഞ്ഞ നമ്മുടെ ഈ പർവ്വതനിരകളൊക്കെ തന്നെ എന്താണ്? മുകളിൽ നമ്മൾ പറഞ്ഞ പർവ്വതനിരകളൊക്കെ പ്രായം കുറഞ്ഞതും ഉയരമേറിയതുമാണ് എന്ന് പറഞ്ഞു. അതുപോലെ ശിലാപാളികൾക്ക് വലനം സംഭവിച്ച് രൂപപ്പെട്ട മടക്ക് പർവ്വതങ്ങളാണിവ. അപ്പോൾ ഈ പർവ്വതത്തിൻ്റെയൊക്കെ പ്രത്യേകത എന്താണ്? ശിലാപാളികൾക്ക് വലനം സംഭവിച്ച് രൂപപ്പെട്ട മടക്ക് പർവ്വതങ്ങളാണ് നമ്മൾ ഈ പറഞ്ഞ ഏതൊക്കെയാണ്? ടിയാൻ ഷാൻ, അതുപോലെ കുൻലൂൻ, പിന്നെ ഏതാണ് ഈ പറഞ്ഞ പർവ്വതങ്ങളെല്ലാം. പടിഞ്ഞാറ് സിന്ധു നദി മുതൽ കിഴക്ക് ബ്രഹ്മപുത്ര നദി വരെ ഏകദേശം 2400 കിലോമീറ്റർ നീളത്തിൽ വ്യാപിച്ചു കിടക്കുന്ന ഉത്തരപർവ്വത മേഖലയ്ക്ക് 150 മുതൽ 400 കിലോമീറ്റർ വരെ വീതിയുണ്ട്. അപ്പോൾ പർവ്വതനിരകൾ ഏത് മുതൽ ഏത് വരെയാണ് വ്യാപിച്ചു കിടക്കുന്നത്? പടിഞ്ഞാറ് സിന്ധു നദി മുതൽ ഏതുവരെ? കിഴക്ക് ബ്രഹ്മപുത്ര നദി വരെ ഏകദേശം എത്ര കിലോമീറ്റർ നീളത്തിൽ വ്യാപിച്ചു കിടക്കുന്നു? 2400 കിലോമീറ്റർ നീളത്തിൽ ഏത് വ്യാപിച്ചു കിടക്കുന്നു? നമ്മുടെ ഉത്തരപർവ്വത മേഖല വ്യാപിച്ചു കിടക്കുന്നു. 150 മുതൽ 400 കിലോമീറ്റർ വരെ വീതിയുണ്ട്. ഏതിനാ? ഉത്തരപർവ്വത മേഖലയ്ക്ക്. ഉയരമേറിയ കൊടുമുടികളും ഹിമാനികളും താഴ്വരകളും നിറഞ്ഞ സവിശേഷമായ ഭൂപ്രദേശമാണ് ഉത്തരപർവ്വത മേഖല എന്ന് പറയുന്നത്. അപ്പോൾ ഉത്തരപർവ്വത മേഖലയുടെ പ്രത്യേകതയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താ പറഞ്ഞത്? ഇനി ഭൂപ്രകൃതി സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ ഉത്തരപർവ്വത മേഖലയെ നമ്മൾ 3ആയി തരംതിരിക്കും. അത് നമുക്ക് പറയാം. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ ഒന്നുകൂടി പറയുന്നു. എന്താണ് നമ്മൾ പറഞ്ഞു? ഉത്തരപർവ്വത മേഖലയുടെ പ്രത്യേകത എന്താണ്? പ്രായം കുറഞ്ഞതും ഉയരമേറിയതുമായ പർവ്വതനിരകളാണ് ഉത്തരപർവ്വത മേഖല എന്ന് പറഞ്ഞു. ശിലാപാളികൾക്ക് വലനം സംഭവിച്ച് രൂപപ്പെട്ട മടക്ക് പർവ്വതങ്ങളാണ് ഇവിടെ കാണപ്പെടുന്നത്. അപ്പോൾ ശിലാപാളികൾക്ക് വലനം സംഭവിച്ചാണ് എന്ത് രൂപം കൊള്ളുന്നത്? മടക്ക് പർവ്വതങ്ങൾ രൂപം കൊള്ളുന്നത്. ഇനി നമ്മൾ പറഞ്ഞു പടിഞ്ഞാറ് സിന്ധു മുതൽ കിഴക്ക് ബ്രഹ്മപുത്ര വരെ എത്ര കിലോമീറ്റർ ആണ് ഉത്തരപർവ്വത മേഖല വ്യാപിച്ചു കിടക്കുന്നത്? 2400 കിലോമീറ്റർ ആണ് ഉത്തരപർവ്വത മേഖല എന്ത് ചെയ്തിരിക്കുന്നത്? വ്യാപിച്ച് കിടക്കുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു ഇതിൻ്റെ വീതി എത്രയാണ്? ഉത്തരപർവ്വത മേഖലയ്ക്ക് വീതി 150 മുതൽ എത്ര വരെയുണ്ട്? 400 കിലോമീറ്റർ വരെയാണ് വീതി. പിന്നെന്താ പറഞ്ഞത്? ഉയരമേറിയ കൊടുമുടികളും ഹിമാനികളും അതുപോലെ താഴ്വരകളും നിറഞ്ഞ സവിശേഷമായൊരു ഭൂപ്രദേശമാണ് ഏത്? ഉത്തരപർവ്വത മേഖല എന്ന് പറയുന്നത്. ഇനി ഭൂപ്രകൃതി സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ ഉത്തരപർവ്വത മേഖലയെ നമ്മൾ 3ആയി തരംതിരിച്ചിരിക്കുന്നു. ഏതൊക്കെയാണ്? അതാണ് ട്രാൻസ് ഹിമാലയം, കിഴക്കൻ കുന്നുകൾ. അപ്പോൾ ഉത്തരപർവ്വത മേഖലയെ നമ്മൾ എത്ര ആയിട്ട് തിരിച്ചിട്ടുണ്ട്? 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അവ ഏതൊക്കെയാണ്? ട്രാൻസ് ഹിമാലയം, കിഴക്കൻ കുന്നുകൾ. ഓക്കെ, ഇനി ഇവിടെ ഒരു അഡീഷണൽ റീഡിംഗ് ഉണ്ട്. എന്താണ് മടക്ക് പർവ്വതങ്ങൾ എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഫോൾഡ് മൗണ്ടൈൻസ് അഥവാ മടക്ക് പർവ്വതങ്ങൾ എന്നാൽ എന്ത്? ഭൂവൽക്കത്തിലെ ശിലാപാളികൾ സമ്മർദ്ദബലത്താൽ മടങ്ങി മടക്ക് പർവ്വതങ്ങൾ രൂപപ്പെടാറുണ്ട്. വലനം അഥവാ ഫോൾഡിംഗ് എന്ന ഈ പ്രക്രിയയിലൂടെയാണ് മടക്ക് പർവ്വതങ്ങൾ രൂപപ്പെടുന്നത്. അപ്പോൾ ഭൂവൽക്കത്തിലെ ശിലാപാളികൾ എന്ത് ചെയ്യുന്നു? സമ്മർദ്ദബലത്താൽ മടങ്ങി മടക്ക് പർവ്വതങ്ങൾ രൂപപ്പെടാറുണ്ട്. ഇനി
ഈ മടക്ക് പർവ്വതങ്ങൾ രൂപപ്പെടുന്ന ആ ഒരു പ്രക്രിയ എന്താണ്? വലനം എന്ന പ്രക്രിയയിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? മടക്ക് പർവ്വതങ്ങൾ രൂപപ്പെടുന്നത്. ഹിമാലയം, ആൽപ്സ് തുടങ്ങിയ പർവ്വതനിരകൾ ഇത്തരത്തിൽ രൂപപ്പെട്ടതാണ്. അപ്പോൾ ഹിമാലയ പർവ്വതം, അതുപോലെ ആൽപ്സ് പർവ്വതനിരകൾ ഇതൊക്കെ മടക്ക് പർവ്വതത്തിന് ഉദാഹരണമാണ്. സമുദ്രനിരപ്പിൽ നിന്നും ശരാശരി 900 മീറ്ററിന് മുകളിൽ ഉയരമുള്ള ഭൂരൂപങ്ങൾ പൊതുവെ പർവ്വതങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ പർവ്വതങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? പർവ്വതങ്ങൾ എന്ന് പറഞ്ഞാൽ സമുദ്രനിരപ്പിൽ നിന്ന് എത്ര മീറ്റർ മുകളിലാണ്? ശരാശരി 900 മീറ്ററിന് മുകളിൽ ഉയരമുള്ള ഭൂരൂപങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പർവ്വതങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ പർവ്വതങ്ങൾക്ക് ശരാശരി എത്ര കിലോമീറ്റർ ഉയരമുണ്ടായിരിക്കും? 900 മീറ്ററിന് മുകളിൽ ഉയരമുണ്ടായിരിക്കും. ഭൂപടം ചിത്രം 1.1 വിശകലനം ചെയ്ത് ഇന്ത്യയിലെ പ്രധാന പർവ്വതനിരകൾ കണ്ടെത്തി ഭൂപടത്തിൽ ഉൾപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ഒരു ഭൂപടം ഒന്നുകൂടി നമുക്ക് നോക്കാം. എന്താണ് ഇവിടെ നമ്മൾ നോക്കേണ്ടത്? ഇവിടെ ഇന്ത്യയിലെ പ്രധാന പർവ്വതനിരകൾ നോക്കാം. അപ്പോൾ ഇവിടെ തന്നിട്ടുണ്ട് ഏതാണ് പ്രധാനപ്പെട്ട പർവ്വതനിരകളാണ്. ഏതൊക്കെയാണ്? ഇവിടെയുണ്ട് പ്രധാന പർവ്വതനിരകളാണ് നമ്മൾ അടുത്ത് കണ്ടെത്തുന്നത്. ഏതൊക്കെയാണ്? കാരക്കോറം, ലഡാക്ക് നിരകൾ, സസ്കർ നിരകൾ, പിന്നെ ഏതാണ് ഇവിടെ പട്കായിബം, അതുപോലെ തന്നെ നാഗാ കുന്നുകൾ, നമ്മൾ നേരത്തെ പറഞ്ഞ ഖാസി, നാഗാ കുന്നുകൾ, പട്കായിബം, ഖാസി, ഗാരോ, ജയന്തിയ, മീസോ കുന്നുകൾ ഇതൊക്കെ എന്താണ്? ഇന്ത്യയിലെ പർവ്വതനിരകളാണ്. അപ്പോൾ പർവ്വതനിരകളുടെ പ്രത്യേകത നമ്മൾ പറഞ്ഞു. സമുദ്രനിരപ്പിൽ നിന്നും എത്ര മീറ്റർ ഉയരമുണ്ട്? 900 മീറ്റർ ഉയരമുള്ളവയാണ് ഏതെന്ന് പറയുന്നത്? സമുദ്രനിരപ്പിൽ നിന്നും 900 മീറ്റർ ഉയരമുള്ളവയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? നമ്മൾ പർവ്വതനിരകളെന്ന് പറയുന്നത്. അടുത്ത് ഇനി നമ്മൾ പറയുന്നത് ഉത്തരപർവ്വത മേഖലയിലെ 3 വിഭാഗങ്ങളിൽ ഉൾപ്പെടുന്ന പർവ്വതനിരകൾ ഏതെല്ലാമാണെന്ന് ഭൂപടം 1-2 നിരീക്ഷിച്ച് കണ്ടെത്തി പട്ടിക പൂർത്തിയാക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ പറഞ്ഞല്ലോ ഉത്തരപർവ്വത മേഖലയെക്കുറിച്ച് പറഞ്ഞു. നമ്മൾ പറഞ്ഞു ഉത്തരപർവ്വത മേഖലയെ നമ്മൾ 3ആയിട്ട് തരംതിരിച്ചിട്ടുണ്ടെന്നും പറഞ്ഞു. അപ്പോൾ അത് ഭൂപടം നോക്കിയിട്ട് ഭൂപടത്തിൻ്റെ സൂചിക ഇതിനായി ഇവിടെ നമ്മൾ ഏതൊക്കെയാണ്? ഉത്തരപർവ്വത മേഖലയെ നമ്മൾ ട്രാൻസ് ഹിമാലയം, ഹിമാലയം, കിഴക്കൻ കുന്നുകൾ എന്നിങ്ങനെ തരംതിരിച്ചിട്ടുണ്ട്. ഇനി ഇതിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണെന്നാണ് നമ്മൾ അടുത്ത് നോക്കുന്നത്. ട്രാൻസ് ഹിമാലയം, അതുപോലെ ഹിമാലയം, കിഴക്കൻ കുന്നുകൾ ഇവയിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ്? അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ എന്താണ്? സൂചിക നമുക്ക് തന്നിട്ടുണ്ട്. ഇവിടെ ട്രാൻസ് ഹിമാലയം, ഹിമാലയം, കിഴക്കൻ നിരകൾ ഇത് 3ഉം ഇവിടെ തന്നിട്ടുണ്ട്. ഇതിൽ ചുവന്ന കളറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതാണ് ട്രാൻസ് ഹിമാലയത്തിൽ ഉൾപ്പെടുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് ട്രാൻസ് ഹിമാലയത്തിൽ ഉൾപ്പെടുന്നത്? ഇതെല്ലാം ട്രാൻസ് ഹിമാലയമാണ്. അപ്പോൾ ഇതിലേതൊക്കെ വരും? ഹിമാലയം വരും. അതുപോലെ ട്രാൻസ് ഹിമാലയത്തിൽ വരുന്നത് കാരക്കോറം, ലഡാക്ക്, സസ്കർ നിരകൾ. അപ്പോൾ കാരക്കോറം, ലഡാക്ക് നിരകൾ, അതുപോലെ ലഡാക്ക് നിരകൾ, സസ്കർ നിരകൾ ഇതൊക്കെയാണ് ഏതിൽ വരുന്നത്? ട്രാൻസ് ഹിമാലയത്തിൽ വരുന്നത്. ഏതൊക്കെയാണ്? കാരക്കോറം, ലഡാക്ക്, സസ്കർ നിരകൾ എന്നിവ. ഇനി ഹിമാലയത്തിൽ ഉൾപ്പെടുന്നതാണ് എന്താണ് വയലറ്റ് കളറിൽ തന്നിരിക്കുന്ന ഇവയെല്ലാം ഇങ്ങനെ പോകും. ഹിമാലയത്തിൽ വരുന്നതാണ് ഇവയെല്ലാം. ഏതൊക്കെയാണ് വരുന്നത്? ഈ ഭാഗമെല്ലാം ഹിമാലയത്തിൽ വരുന്നതാണ്. അപ്പോൾ ഹിമാലയത്തിൽ വരുന്ന ഭാഗമാണ് അടുത്ത് നമ്മൾ പറയുന്നത്. അതിലെ ആദ്യത്തേത് ഏതാണ്? ഹിമാലയത്തിൽ വരുന്നതാണ് ആദ്യത്തേത് ഹിമാദ്രി. ഇവിടെയുണ്ട് ഹിമാദ്രി. ഇനി രണ്ടാമത് തന്നിരിക്കുന്നത് എന്താണ്? ഇങ്ങനെ പോയിരിക്കുന്നത് ഇതാണ് ഹിമാചൽ.
ഇനി ഈ മൂന്നാമത്തെ വരെ ഈ പോയിരിക്കുന്ന ഇതാണ് സിവാലിക്. അപ്പം നമ്മൾ ഹിമാലയത്തെയും മൂന്നായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. എന്താണ്? ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. അപ്പോൾ ആദ്യത്തെ ട്രാൻസ് ഹിമാലയത്തെ നമ്മൾ മൂന്നായി തരംതിരിച്ചു, കാരക്കോറം, ലഡാക്ക്, സസ്കർ. പിന്നെ നമ്മൾ ഹിമാലയം പറഞ്ഞു, ഹിമാലയത്തെ മൂന്നായി തരംതിരിച്ചു, ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. പിന്നെ നമ്മൾ അടുത്ത് പറയുന്നു ഏതാണ്? കിഴക്കൻ കുന്നുകൾ. ഈ പച്ച എന്താണ് മഷി കൊണ്ട് അടയാളപ്പെടുത്തിയിരിക്കുന്ന ഭാഗമാണ് ഏതെന്ന് പറയുന്നത്? കിഴക്കൻ കുന്നുകൾ. അപ്പോൾ ഇന്ത്യയുടെ കിഴക്ക് ഭാഗം എന്ന് പറയുന്നത് എവിടെയായിട്ട് വരും? ഈ ഭാഗത്തായിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ ഭാഗത്തായിട്ടാണ് എന്ത്? കിഴക്കൻ മലനിരകൾ വരുന്നത്, കിഴക്കൻ കുന്നുകൾ വരുന്നത്. അപ്പോൾ എന്താണ് ഇവിടെ നമ്മൾ കിഴക്കൻ മലനിരകളിൽ വരുന്നത് ഇതാണ്. അപ്പോൾ അതിൽ വരുന്നതാണ് നാഗാലാൻഡ്, ജയന്തിയ, ഗാരോ, ഖാസി, മേഘാലയ. ഇതെല്ലാം ഏതിൽ വരുന്നതാണ്? നമ്മുടെ കിഴക്കൻ കുന്നുകളിൽ വരുന്നതാണ്. ഏതൊക്കെയാണ്? ഗാരോ, ഖാസി, പിന്നെ ജയന്തിയ, അതുപോലെ തന്നെ നാഗാ കുന്നുകൾ, പട്കായ്ഭം. ഇതൊക്കെ ഏതിൽ വരുന്നതാണ്? കിഴക്കൻ കുന്നുകളിൽ വരുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഉത്തരപർവ്വത മേഖലയെ നമ്മൾ മൂന്നായി തരംതിരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എഴുതി ചേർക്കാനുള്ളതാണ്. ഇവിടെ ഏതൊക്കെയാണ്? നമ്മൾ പറഞ്ഞ ട്രാൻസ് ഹിമാലയത്തിൽ കാരക്കോറം വരും, അതുപോലെ ലഡാക്ക്, സസ്കർ എന്നിവ ഇവിടെ വരും. അതുപോലെ ഇവിടെ വരുന്നത് എന്തൊക്കെയാണ്? ഹിമാലയത്തിൽ വരുന്നതാണ് ഹിമാദ്രി, ഹിമാചൽ, സിവാലിക് എന്നിവ. കിഴക്കൻ കുന്നുകളിൽ നാഗാ കുന്നുകൾ വരും, പട്കായ്ഭം വരും, കാരോ, ഖാസി, ജയന്തിയ തുടങ്ങിയവയൊക്കെ ഏതിൽ വരുന്നതാണ്? കിഴക്കൻ കുന്നുകളിൽ വരുന്നതാണ്. അടുത്ത് നമ്മൾ പറയുന്നു ഉത്തരപർവ്വത മേഖലയിൽ ഉൾപ്പെടുന്ന പ്രധാന പർവ്വത നിരകളും അവയുടെ സ്ഥാനവും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇതിലേറ്റവും വടക്ക് കാണപ്പെടുന്ന ട്രാൻസ് ഹിമാലയം ടിബറ്റൻ ഹിമാലയം എന്നും അറിയപ്പെടുന്നു. അപ്പോൾ ട്രാൻസ് ഹിമാലയത്തിൻ്റെ മറ്റൊരു പേരെന്താണ്? അതാണ് ടിബറ്റൻ ഹിമാലയം. അപ്പോൾ ട്രാൻസ് ഹിമാലയത്തെ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ടിബറ്റൻ ഹിമാലയം എന്ന് പറയുന്നത്. ശരാശരി 3000 മീറ്റർ ഉയരമുള്ള ട്രാൻസ് ഹിമാലയത്തിന് ഏകദേശം 40 കിലോമീറ്റർ വീതിയും 965 കിലോമീറ്റർ നീളവുമുണ്ട്. അപ്പോൾ ട്രാൻസ് ഹിമാലയം അല്ലെങ്കിൽ ടിബറ്റൻ ഹിമാലയം എങ്ങനെയാണ്? അതിൻ്റെ ഉയരം എന്ന് പറയുന്നത് 3000 മീറ്ററാണ്. ആരുടെ ഉയരം? നമ്മുടെ ട്രാൻസ് ഹിമാലയത്തിൻ്റെ അല്ലെങ്കിൽ ടിബറ്റൻ ഹിമാലയത്തിൻ്റെ ഉയരം 3000 മീറ്റർ. ഇനി ഏകദേശം എത്ര കിലോമീറ്റർ വീതിയുണ്ട്? ഇതിൻ്റെ വീതി എന്ന് പറയുന്നത് 40 കിലോമീറ്ററാണ് ട്രാൻസ് ഹിമാലയത്തിൻ്റെ വീതി. ഇനി ഇതിൻ്റെ നീളം എത്രയാണ്? നീളം എന്ന് പറയുന്നത് 965 കിലോമീറ്റർ നീളവുമുണ്ട്. പ്രധാനമായിട്ടും നമ്മുടെ ഈ SCERT ഫാക്റ്റ് ആയതുകൊണ്ട് നമ്മൾ ഇതെല്ലാം കൃത്യമായിട്ട് തന്നെ പഠിച്ചു പോവുക. ഇതെല്ലാം എന്താണ്? നമ്മളെ സ്റ്റേറ്റ്മെൻറ്റ് ലെവലിൽ കൊണ്ടിട്ട് ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു കാരക്കോറം നിര ഹിമാലയ പർവ്വതത്തെ പാമീർ പർവ്വതക്കെട്ടുമായി ബന്ധിപ്പിക്കുന്നു. അപ്പോൾ നമുക്കവിടെയും ഒരു ക്വസ്റ്റ്യൻ വന്നു. എന്താണ്? ഹിമാലയ പർവ്വതത്തെ പാമീർ പർവ്വതക്കെട്ടുമായി ബന്ധിപ്പിക്കുന്ന പർവ്വത നിര ഏതാണ്? അതാണ് കാരക്കോറം നിര. കാരക്കോറം നിരയാണ് എന്ത്? ഹിമാലയ പർവ്വതത്തെ ഏതുമായി ബന്ധിപ്പിക്കുന്നത്? പാമീർ പർവ്വതക്കെട്ടുമായി ബന്ധിപ്പിക്കുന്നത്. ഇനി നമ്മൾ പറയുന്നത് ട്രാൻസ് ഹിമാലയത്തിന് തെക്കായി കിഴക്കോട്ട് വ്യാപിക്കുന്ന 3 സമാന്തര പർവ്വതനിരകൾ കണ്ടില്ലേ? അപ്പോൾ നമുക്കറിയാം ട്രാൻസ് ഹിമാലയത്തിന് തെക്ക് കിഴക്കോട്ട് വ്യാപിക്കുന്ന 3 സമാന്തര പർവ്വതനിരകൾ നമ്മൾ കണ്ടായിരുന്നു. ഏതൊക്കെയാ? ഒന്നുകൂടി നമ്മൾക്ക് കണ്ടിട്ട് വരാം. അപ്പോൾ ഇതാണ് ട്രാൻസ് ഹിമാലയം. ട്രാൻസ് ഹിമാലയം എന്ന് പറയുന്നത് ഇതാണ് ട്രാൻസ് ഹിമാലയം. അപ്പോൾ ഈ ട്രാൻസ് ഹിമാലയത്തിന് തെക്ക് വരുമ്പോൾ ട്രാൻസ് ഹിമാലയത്തിൻ്റെ ഏത് ഭാഗത്ത് വരും? ഇവിടെയായിട്ട് വരും. ഇവിടെ നിന്ന് എങ്ങോട്ടാണ്? കിഴക്കോട്ട് പോകുന്ന 3 പർവ്വത നിരകളാണ് ഇവിടെ പറഞ്ഞത്. അതാണ് നമ്മൾ പറഞ്ഞ ഏതൊക്കെയാണ്? ഹിമാചൽ, ഹിമാദ്രി, സിവാലിക് എന്ന് പറയുന്നത്. അപ്പോൾ ട്രാൻസ് ഹിമാലയത്തിന് തെക്കായിട്ട് കിഴക്കോട്ട് പോയിരിക്കുന്ന 3 പർവ്വത നിരകളാണ് ഏതൊക്കെയെന്ന് പറയുന്നത്? നമ്മുടെ ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. ഇനി നമ്മൾ പറയുന്നത് ഇവിടെ
ഇവ മൂന്നും ചേർന്നതാണ്. അപ്പം നമ്മൾ പറഞ്ഞ ഹിമാദ്രി, ഹിമാചൽ, സിവാലിക് ഇതാണ് ട്രാൻസ് ഹിമാലയത്തിന് തെക്കായി കിഴക്കോട്ട് വ്യാപിക്കുന്ന 3 സമാന്തര പർവ്വതമെന്ന് പറയുന്നത്. ഈ പർവ്വത നിരകൾ ചേർന്നതാണ്. ഏതൊക്കെ പർവ്വത നിരകൾ? ഹിമാദ്രി, ഹിമാചൽ, സിവാലിക് ഇവ മൂന്നും ചേർന്നതാണ് ഏതെന്ന് പറയുന്നത്? ഹിമാലയം എന്ന് പറയുന്നത്. ഭൂപടം 1, 2 നിരീക്ഷിച്ച് ഹിമാദ്രി, ഹിമാചൽ, സിവാലിക് എന്നീ നിരകളുടെ സ്ഥാനം കണ്ടെത്തി അവ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനങ്ങൾ പട്ടികപ്പെടുത്താൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ്? നമ്മുടെ ഹിമാദ്രിയും ഹിമാചലും സിവാലിക് എന്നീ നിരകളുടെ സ്ഥാനം കണ്ടെത്തണം. എന്നിട്ട് അവ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയെന്നും നമുക്ക് നോക്കണം. അപ്പോൾ ഇനി നമ്മൾ ഹിമാദ്രി കടന്നു പോകുന്ന സംസ്ഥാനങ്ങളാണ് പറയുന്നത്. ഏതാ? ഇവിടെ ഒന്നാമത് ഏതാണ്? ജമ്മു കാശ്മീരിലൂടെ ഏത് കടന്നു പോകുന്നുണ്ട്? ഹിമാദ്രി കടന്നു പോകുന്നുണ്ട്. ഇവിടെ ജമ്മു കാശ്മീർ. അപ്പോൾ ജമ്മു കാശ്മീർ. പിന്നെ അടുത്ത് ഏതാണ്? ഹിമാചലിൻ്റെ കുറച്ച് ഭാഗം ഇങ്ങനെ കടന്നു പോകുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഉത്തരാഖണ്ഡിൻ്റെ കുറച്ച് ഭാഗം. അപ്പോൾ ഏതൊക്കെയായി? ജമ്മു കാശ്മീർ, ഹിമാചൽ പ്രദേശ്, അതുപോലെ ഉത്തരാഖണ്ഡ്. പിന്നെ ഇങ്ങനെ വന്നു. ഇവിടെ വരുമ്പോൾ സിക്കിമിൻ്റെ കുറച്ച് ഭാഗം, അതുപോലെ അരുണാചൽ പ്രദേശ്. ഇങ്ങനെയാണ് ഏത് കടന്നു പോകുന്നത്? ഹിമാദ്രി കടന്നു പോകുന്ന സംസ്ഥാനം. അപ്പോൾ ഹിമാദ്രി കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ ചോദിച്ചാൽ നമുക്ക് പറയാം ജമ്മു കാശ്മീർ, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, പിന്നെ ഏതാണ്? സിക്കിം, അരുണാചൽ പ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലൂടെ ഏത് പോകുന്നുണ്ട്? ഹിമാദ്രി പോകുന്നുണ്ട്. ഇനി രണ്ടാമത് നമ്മൾ ഹിമാചൽ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളാണ് നോക്കുന്നത്. അതും ഇതുപോലെ തന്നെ ഹിമാചൽ ഇവിടെ ജമ്മു കാശ്മീർ വരുന്നുണ്ട്. പിന്നെന്താണ്? ഹിമാചൽ പ്രദേശ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ പഞ്ചാബിൻ്റെ ഒരു ഭാഗം കൂടി ഇവിടെ കടന്നു വരുന്നുണ്ട്. ബോർഡർ പഞ്ചാബിൻ്റെയും ഹിമാചൽ പ്രദേശിൻ്റെയും പഞ്ചാബ് ഇപ്പുറത്ത് കിടക്കുന്നതാണ്. അപ്പോൾ ഇവിടെ എന്താണ്? നമ്മുടെ ഹിമാചൽ പ്രദേശ് തന്നെയാണ് അതിൻ്റെ ബോർഡർ അവിടെ ഉണ്ട്. അപ്പോൾ ജമ്മു കാശ്മീർ പറയാം, ഹിമാചൽ പ്രദേശ് പറയാം. പിന്നെ ഏതാണ്? നമ്മൾ പറഞ്ഞ ഉത്തരാഖണ്ഡ്. പിന്നെ ഏതാണ്? നേരത്തെ പറഞ്ഞ സിക്കിമിൻ്റെ കുറച്ച് ഭാഗം സിക്കിം. അതുപോലെ ഏതാണ്? നമ്മുടെ ആസാമിൻ്റെ കുറച്ച് ഭാഗം. ഇങ്ങനെയാണ് ഏത് കടന്നു പോകുന്നത്? നമ്മുടെ ഹിമാചലും കടന്നു പോകുന്നത്. അപ്പോൾ ഹിമാചൽ കടന്നു പോകുന്ന പ്രദേശങ്ങൾ ഏതൊക്കെയാണ്? ജമ്മു കാശ്മീർ, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, അതുപോലെ സിക്കിം, ആസാം തുടങ്ങിയവയാണ്. സിക്കിം, ആസാം, അരുണാചൽ പ്രദേശ് കൂടിയുണ്ട് കേട്ടോ. സിക്കിം, പിന്നെന്താണ്? ആസാമിൻ്റെ കുറച്ച് ഭാഗം, അരുണാചൽ പ്രദേശ്. അങ്ങനെയാണ് ഏത് കടന്നു പോകുന്നത്? നമ്മുടെ ഹിമാചൽ കടന്നു പോകുന്നത്. ഇനി അടുത്ത് വരുന്നത് സിവാലിക്കാണ്. സിവാലിക്കും ജമ്മു കാശ്മീർ, പിന്നെ ഏതാണ്? ഹിമാചൽ പ്രദേശിൻ്റെ കുറച്ച് ഭാഗം, അതുപോലെ പഞ്ചാബിൻ്റെ ബോർഡർ, പിന്നെ ഉത്തരാഖണ്ഡ്, അതുപോലെ തന്നെ ഏതാണ്? ഉത്തർപ്രദേശിൻ്റെ കുറച്ച് ഭാഗത്ത് ടച്ച് ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ കണ്ട ഏതാണ്? സിക്കിമിൻ്റെ കുറച്ച് ഭാഗം, സിക്കിം, അതുപോലെ ആസാം, അരുണാചൽ പ്രദേശ് ഇങ്ങ് വന്നാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ ഏതൊക്കെ പ്രദേശങ്ങളിലൂടെയാണ്? ജമ്മു കാശ്മീർ, പഞ്ചാബ്, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, പിന്നെ നമ്മൾ പറഞ്ഞു ഉത്തർപ്രദേശിൻ്റെ കുറച്ച് ഭാഗം ഉത്തർപ്രദേശ്, അതുപോലെ സിക്കിം, പിന്നെ ഏതാണ്? ആസാം, അരുണാചൽ പ്രദേശ്. ഇങ്ങനെയാണ് ഏത് പോകുന്നത്? സിവാലിക്കും കടന്നു പോകുന്നത്. അപ്പോൾ സിവാലിക്ക് ഉൾപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ചോദിച്ചാൽ ജമ്മു കാശ്മീർ, പഞ്ചാബ്, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, അതുപോലെ ഏതൊക്കെ നമുക്ക് പറയാൻ പറ്റും? ആസാം, അരുണാചൽ പ്രദേശ്, സിക്കിം പിന്നെ ഉത്തർപ്രദേശ് മുതലായവയാണ്. അടുത്ത് നമ്മൾ പറയുന്നത്
ഹിമാലയ നിരകളിൽ ഏറ്റവും തെക്കായുള്ളതും ഗംഗാ സമതലത്തിന് അതിരായി നിലകൊള്ളുന്നതുമായ സിവാലിക് നിരയ്ക്ക് ഏകദേശം 60 മുതൽ 150 കിലോമീറ്റർ വരെ വീതിയുണ്ട്. അപ്പോൾ ഏതാണ് നമ്മുടെ ഹിമാലയ നിരകളിൽ ഏറ്റവും തെക്കായുള്ളതും ഗംഗാ സമതലത്തിന് അതിരായി നിലകൊള്ളുന്നതുമായ സിവാലിക് നിരയ്ക്ക് എങ്ങനെയാണ് ഏകദേശം 60 മുതൽ 150 കിലോമീറ്റർ വരെ വീതിയുണ്ട്. അപ്പോൾ സിവാലിക്കിൻ്റെ നീളവും വീതിയും എങ്ങനെയാണ് നമ്മൾ പറഞ്ഞത്? ഹിമാലയ നിരകളിൽ ഏറ്റവും തെക്കായുള്ളതാണ് സിവാലിക്ക്. ഇതെങ്ങനെയാണ്? ഗംഗാ സമതലത്തിന് അതിരായി നിലകൊള്ളുന്ന പ്രദേശമാണ് സിവാലിക് നിരകൾ. ഇതിന് ഏകദേശം 60 മുതൽ 150 കിലോമീറ്റർ വരെ വീതിയുണ്ട്. 60 മുതൽ 150 കിലോമീറ്റർ വരെ വീതിയുണ്ട്. ഹിമാലയത്തിൻ്റെ ഏറ്റവും പുറമേയുള്ള ഭാഗമായതുകൊണ്ട് സിവാലിക് അറിയപ്പെടുന്ന പേരെന്താണ്? ഔട്ടർ ഹിമാലയം എന്നറിയപ്പെടുന്നത് സിവാലിക്കാണ്. അപ്പോൾ സിവാലിക്ക് അറിയപ്പെടുന്നത് എന്താണ്? ഔട്ടർ ഹിമാലയം എന്നാണ്. ഇതിന് ഏകദേശം 60 മുതൽ 150 കിലോമീറ്റർ വരെ വീതിയുണ്ട്. ഹിമാലയത്തിൻ്റെ ഏറ്റവും പുറമേയുള്ള ഭാഗമാണ് സിവാലിക്ക്. പിന്നെ നമ്മൾ പറയുന്നു, സിവാലിക്കിന് വടക്കായി സമുദ്രനിരപ്പിൽ നിന്ന് 3500 മീറ്റർ മുതൽ 4500 മീറ്റർ വരെ ശരാശരി ഉയരമുള്ള പർവ്വതനിരയാണ് ഹിമാചൽ എന്ന് പറയുന്നത്. അപ്പോൾ ഹിമാചൽ എവിടെയാണ്? സിവാലിക്കിന് വടക്കായിട്ട്. അപ്പോൾ സിവാലിക്ക് എവിടെയാണ്? ഹിമാചലിന് തെക്കായിട്ട്. അപ്പോൾ സിവാലിക്കിന് വടക്കായി സമുദ്രനിരപ്പിൽ നിന്നും എത്ര മുതൽ എത്ര വരെ മീറ്റർ? 3500 മീറ്റർ മുതൽ 4500 മീറ്റർ വരെ ശരാശരി ഉയരമുള്ള പർവ്വതനിരയാണ് ഹിമാചൽ. അപ്പോൾ ഹിമാചലിൻ്റെ ശരാശരി ഉയരം എത്ര? 3500 മുതൽ 4500 വരെ. ഇനി ഹിമാചൽ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? സിവാലിക്കിന് വടക്കായിട്ടാണ് ഹിമാചൽ സ്ഥിതി ചെയ്യുന്നത്. അല്ലെങ്കിൽ എന്താണ്? ഹിമാദ്രിക്ക് തെക്കായിട്ടാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? ഹിമാചൽ സ്ഥിതി ചെയ്യുന്നത്. ലെസ്സർ ഹിമാലയം എന്നറിയപ്പെടുന്ന പർവ്വതനിരയാണ് ഏത്? ഹിമാചൽ എന്ന് പറയുന്നത്. അപ്പോൾ ഹിമാചൽ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ലെസ്സർ ഹിമാലയ. ഈ നിരക്ക് ഏകദേശം 60 മുതൽ 80 കിലോമീറ്റർ വരെ വീതിയുണ്ട്. അപ്പോൾ ഹിമാചലിന് എത്ര വീതിയാണ് ഉള്ളത്? 60 മുതൽ 80 കിലോമീറ്റർ വരെ വീതിയുണ്ട്. ആർക്ക്? ഹിമാചലിന്. അപ്പോൾ ഇതാണ് ഹിമാചൽ എന്ന് പറയുന്നത്. ഗ്രേറ്റർ ഹിമാലയം, ഇന്നർ ഹിമാലയം എന്നീ പേരുകളിൽ കൂടി അറിയപ്പെടുന്ന ഹിമാദ്രി സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 6100 മീറ്ററിന് മുകളിൽ ഉയരമുള്ള പർവ്വതനിരയാണ്. അപ്പോൾ ഗ്രേറ്റർ ഹിമാലയം, ഇന്നർ ഹിമാലയം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത് ഏതാണ്? അതാണ് ഹിമാദ്രി. അപ്പോൾ ഹിമാദ്രി അറിയപ്പെടുന്നത് എന്താണ്? ഗ്രേറ്റർ ഹിമാലയം എന്നും ഇന്നർ ഹിമാലയം എന്നും അറിയപ്പെടുന്ന അതാണ് ഹിമാദ്രി. ഇനി ഈ ഹിമാദ്രിക്ക് സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം എത്ര കിലോമീറ്ററാണ് ഉയരമുള്ളത്? 6100 മീറ്ററിന് മുകളിൽ. മീറ്ററാണ് കേട്ടോ, കിലോമീറ്റർ അല്ല. 6100 മീറ്ററിന് മുകളിൽ ഉയരമുള്ള പർവ്വതനിരയാണ് ഏത്? ഹിമാദ്രി എന്ന് പറയുന്നത്. ഇപ്പം ഹിമാദ്രി എന്തൊക്കെ പേരിലാണ് പറയുന്നത്? ഗ്രേറ്റർ ഹിമാലയം എന്നും ഇന്നർ ഹിമാലയം എന്നും. അങ്ങനെയാണെങ്കിൽ ഏകദേശം 25 കിലോമീറ്റർ ആണ് ഇതിൻ്റെ വീതി. അപ്പോൾ ഇതിന് ഉയരമെന്ന് പറയുന്നത് എത്ര? 6100 മീറ്റർ ഉണ്ട്. ഇനി ഇതിൻ്റെ വീതി എത്രയാണ്? ഏകദേശം 25 കിലോമീറ്റർ ആണ് ഇതിൻ്റെ വീതി എന്ന് പറയുന്നത്. ഏതിൻ്റെ വീതിയാ? ഹിമാദ്രിയുടെ വീതി. ഹിമാദ്രിയുടെ വീതി എത്രയാണ്? 25 കിലോമീറ്റർ ആണ് ഹിമാദ്രിയുടെ വീതി. മഞ്ഞ് മൂടപ്പെട്ട പർവ്വതങ്ങളാണിവ. അപ്പോൾ ഹിമാദ്രിയുടെ പ്രത്യേകത ഇതൊക്കെ മഞ്ഞ് മൂടപ്പെട്ട പർവ്വതങ്ങളാണ്. ലോകത്തിലെ ഉയരമേറിയ മിക്ക കൊടുമുടികളും കാണപ്പെടുന്നത് എവിടെയാണ്? ഹിമാലയത്തിലാണ് എന്നാണ് പറയുന്നത്. അതായത് ഹിമാദ്രിയിലാണ്. അപ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടികളെല്ലാം എവിടെയാണ് കാണപ്പെടുന്നത്? ഹിമാദ്രിയിലാണ് കാണപ്പെടുന്നത്. ഗ്രേറ്റർ ഹിമാലയം എന്നും ഇന്നർ ഹിമാലയം എന്നും ഒക്കെ അറിയപ്പെടുന്നത് ഹിമാലയമാണ്. ഉയരം 6100 മീറ്ററിന് മുകളിലുണ്ട്. എനിക്ക് വീതി എത്രയാണ്? 25 കിലോമീറ്റർ ആണ് വീതി. ഇതൊക്കെയാണ് ഹിമാദ്രിയുടെ പ്രത്യേകത. ഇനി നമ്മൾ പറയുന്നത് ഹിമാലയത്തിൻ്റെ പിറവിയെക്കുറിച്ചാണ് പറയുന്നത്. ഹിമാലയത്തിൻ്റെ പിറവി എന്താണ് പറയുന്നത്? ലോകത്തിലെ ഉയരമേറിയ പർവ്വതനിരകളിലൊന്നായ ഹിമാലയം ഇന്നും വളർന്നുകൊണ്ടിരിക്കുകയാണെന്ന് നിങ്ങൾക്കറിയാമോ? അതെന്തുകൊണ്ടായിരിക്കുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഹിമാലയത്തിൻ്റെ നമ്മുടെ ലോകത്തിലെ ഉയരമേറിയ പർവ്വതനിരകളിലൊന്നാണ് ഏത്? ഹിമാലയം എന്ന് പറയുന്നത്. അതിന്നും വളരാനുള്ള കാരണം നമുക്ക് പഠിക്കാം.
ഇനി അതിനു മുന്നേ ഒരു ഇത് പറയുന്നത് ശിലാമണ്ഡല ഫലകങ്ങളെക്കുറിച്ചാണ്. ടെക്ടോണിക് പ്ലേറ്റ്സ് എന്നാൽ എന്ത് എന്നാണ് നമ്മൾ പഠിക്കുന്നത്. ശിലാമണ്ഡല ഫലകങ്ങൾ ഭൂവൽക്കവും മാൻഡിലിൻ്റെ മുകൾ ഭാഗവും ചേർന്നതാണ് ശിലാമണ്ഡലം. അപ്പോൾ ശിലാമണ്ഡലം എന്ന് പറഞ്ഞാൽ എന്താ? ഭൂവൽക്കവും മാൻഡിലിൻ്റെ മുകൾ ഭാഗവും ചേർന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ശിലാമണ്ഡലം എന്ന് പറയുന്നത്. ഇനി ശിലാമണ്ഡലം ചെറുതും വലുതുമായ കഷ്ണങ്ങളായാണ് നിലകൊള്ളുന്നത്. അപ്പോൾ ഈ ശിലാമണ്ഡലം എന്ന് പറയുന്നത് എങ്ങനെയാണ്? ചെറുതും വലുതുമായ കഷ്ണങ്ങളായിട്ടാണ് ശിലാമണ്ഡലം നിലകൊള്ളുന്നത്. അനേകായിരം കിലോമീറ്റർ വിസ്തൃതിയും ഏകദേശം 100 കിലോമീറ്റർ വരെ കനവുമുള്ള ഈ ശിലാമണ്ഡല ഭാഗങ്ങളെയാണ് ശിലാമണ്ഡല ഫലകങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ശിലാമണ്ഡല ഫലകങ്ങളുടെ പ്രത്യേകത എന്താണ്? ശിലാമണ്ഡല ഫലകങ്ങൾക്ക് അനേകായിരം കിലോമീറ്റർ വിസ്തൃതിയുണ്ട്. അതുപോലെ 100 കിലോമീറ്റർ വരെ, ഏകദേശം 100 കിലോമീറ്റർ വരെ കനവുമുണ്ട്. ആർക്ക്? ശിലാമണ്ഡല ഭാഗങ്ങളായിട്ടാണ്. അങ്ങനെ 100 കിലോമീറ്റർ വരെ കനവുമുള്ള ഈ ശിലാമണ്ഡല ഭാഗങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ശിലാമണ്ഡല ഫലകങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ശിലാമണ്ഡല ഫലകങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അനേകായിരം കിലോമീറ്റർ വിസ്തൃതിയും ഏകദേശം 100 കിലോമീറ്റർ വരെ കനവുമുള്ള ശിലാമണ്ഡല ഭാഗങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ശിലാമണ്ഡല ഫലകങ്ങൾ എന്ന് പറയുന്നത്. ഇവ വൻകര ഭാഗം ഉൾക്കൊള്ളുന്നതോ കടൽത്തറ ഭാഗം ഉൾക്കൊള്ളുന്നതോ വൻകരയും കടൽത്തറയും ഉൾക്കൊള്ളുന്നതോ ആകാം. അപ്പോൾ ശിലാമണ്ഡലങ്ങളുടെ പ്രത്യേകത, ശിലാമണ്ഡല ഫലകങ്ങളുടെ പ്രത്യേകത എന്താണ്? ഇവ ഒന്നുകിൽ വൻകരകൾ ഉൾക്കൊള്ളുന്നവയായിരിക്കാം, അതല്ലെങ്കിൽ കടൽത്തറകൾ ഉൾക്കൊള്ളുന്നവയായിരിക്കാം, അതല്ലെങ്കിൽ ഇവ രണ്ടും ഉൾക്കൊള്ളുന്നത് ആയിരിക്കാം എന്നാണ് പറയുന്നത്. ഭൗമശിലാപാളികളുടെ ചലനം ആണ് ഇതിന് കാരണം. അപ്പോൾ ഭൗമശിലാപാളികളുടെ ചലനം കൊണ്ടാണ് നമ്മുടെ ഹിമാലയം എന്ത് ചെയ്യുന്നത്? ഇപ്പോഴും വളർന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് പറയുന്നത്. വൻകരയും സമുദ്രഭാഗവും ചേർന്ന ശിലാപാളികളാണ് ടെക്ടോണിക് ഫലകങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ വൻകര സമുദ്രഭാഗവും വൻകരയും അതുപോലെ സമുദ്രഭാഗവും ചേർന്ന ശിലാപാളികൾ, നമ്മൾ വൻകരകളുമുണ്ട് സമുദ്ര ഭാഗവുമുണ്ട്. ഇവ രണ്ടും കൂടി ചേർന്ന ശിലാപാളികളാണ് എന്തെന്ന് പറയുന്നത്? ടെക്ടോണിക് ഫലകങ്ങൾ എന്ന് പറയുന്നത്. ടെക്ടോണിക് പ്ലേറ്റ്സ് എന്ന് പറഞ്ഞാൽ വൻകരയും സമുദ്രഭാഗവും ചേർന്ന ശിലാപാളികളാണ്. ശിലാമണ്ഡലത്തിന് താഴെ ഉയർന്ന താപത്താൽ എന്ത് ചെയ്യുന്നു? ശിലകൾ ഉരുകി അർദ്ധദ്രവാവസ്ഥയിൽ നിലകൊള്ളുന്ന ഭാഗമാണ് അസ്തനോസ്ഫിയർ. അപ്പോൾ അസ്തനോസ്ഫിയർ എന്നാൽ എന്തെന്ന് ചോദിച്ചാൽ നമ്മൾ എന്തെന്ന് പറയണം? ശിലാമണ്ഡലത്തിന് താഴെയായി ഉയർന്ന താപത്താൽ ശിലകൾ എന്ത് ചെയ്യുന്നു? ഉരുകി അർദ്ധദ്രവാവസ്ഥയിൽ നിലകൊള്ളുന്ന ഭാഗമാണ് അസ്തനോസ്ഫിയർ. അസ്തനോസ്ഫിയറിന് മുകളിലൂടെ ടെക്ടോണിക് ഫലകങ്ങൾ സാവധാനം ചലിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇവിടെ ഒരു പ്രത്യേകതയുള്ളത്, ഈ അസ്തനോസ്ഫിയറിന് മുകളിലൂടെ എന്ത് ചെയ്യുന്നു? ടെക്ടോണിക് ഫലകങ്ങൾ സാവധാനത്തിൽ ചലിച്ചുകൊണ്ടിരിക്കുന്നു. ഫലകചലനം മൂലം ഫലക അതിരുകളിൽ പർവ്വത രൂപീകരണം പോലുള്ള ഭൗമ പ്രവർത്തനങ്ങൾ സജീവമാണ്. അപ്പോൾ ഫലകചലനം മൂലം എന്താണ്? ഫലക അതിരുകളിൽ പർവ്വത രൂപീകരണം പോലുള്ള ഭൗമ പ്രവർത്തനങ്ങൾ സജീവമാണ്. 3 തരം ഫലക അതിരുകളാണുള്ളത്. അപ്പോൾ ഫലക അതിരുകൾ പ്രധാനമായിട്ട് 3 തരത്തിലാണുള്ളത്. അത് ഏതൊക്കെയാണ്? സംയോജക സീമ, വിയോജക സീമ, ഛേദക സീമ എന്നിവയാണ്. അപ്പം നമ്മൾ പറഞ്ഞു ടെക്ടോണിക് ഫലകങ്ങളെക്കുറിച്ച് പറഞ്ഞു, അതുപോലെ ശിലാമണ്ഡലം പഠിച്ചു, ശിലാമണ്ഡല ഫലകം എന്താണെന്ന് പഠിച്ചു, പിന്നെന്താണ് അസ്തനോസ്ഫിയർ പറഞ്ഞു, അതുപോലെ ടെക്ടോണിക് ഫലകങ്ങൾ എന്ത് ചെയ്യുന്നു? അസ്തനോസ്ഫിയറിന് മുകളിലൂടെ സാവധാനം ചലിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളുമൊക്കെ നമ്മൾ പഠിച്ചു. പിന്നെ നമ്മൾ പറഞ്ഞു ഫലകചലനം മൂലം എന്ത് ചെയ്യുന്നു? ഫലക അതിരുകളിൽ പർവ്വത രൂപീകരണം പോലുള്ള ഭൗമ പ്രവർത്തനങ്ങൾ സജീവമായി നടക്കുന്നുണ്ട്. അങ്ങനെ 3 തരം ഫലക അതിരുകളാണുള്ളത്. ഏതൊക്കെയാണ്? സംയോജക സീമ, വിയോജക സീമ, ഛേദക സീമ. ഇനി നമ്മൾ ഈ സംയോജക സീമ, വിയോജക സീമ, ഛേദക സീമ ഇത് എന്താണെന്നാണ് നോക്കുന്നത്. സംയോജക സീമ അഥവാ കൺവർജൻറ്റ് മാർജിൻ. എന്താണ് കൺവർജൻറ്റ് മാർജിൻ അല്ലെങ്കിൽ സംയോജക സീമ എന്ന് പറഞ്ഞാൽ? ഫലകങ്ങൾ തമ്മിൽ അടുക്കുന്ന അതിരുകൾക്ക് പറയുന്നതാണ് എന്ത്? സംയോജക സീമ. യോജിക്കുക. അപ്പോൾ അതിൽ തന്നെ ആ പേരിൽ തന്നെയുണ്ട് എന്താണ്? സംയോജക സീമ എന്ന് പറഞ്ഞാൽ
ഫലകങ്ങൾ തമ്മിൽ എന്ത് ചെയ്യുന്നു? അടുക്കുന്ന അതിരുകളാണ് സംയോജക സീമ. ഇനി എന്താണ് വിയോജക സീമ? ഫലകങ്ങൾ തമ്മിൽ അകലുന്ന അതിരുകൾക്കാണ് വിയോജക സീമ എന്ന് പറയുന്നത്. ഇനിയുണ്ട് അടുത്ത് ഛേദക സീമ. എന്താണ് ഛേദക സീമ? ട്രാൻസ്ഫോം മാർജിൻ അഥവാ ഛേദക സീമ എന്ന് പറഞ്ഞാൽ ഫലകങ്ങൾ തിരശ്ചീനമായി ഉരസി മാറുന്ന അതിരുകൾ. ഒന്നിവിടെ നിന്ന് ഇങ്ങോട്ട് പോകുമ്പം ഒന്നിവിടെ നിന്ന് അങ്ങോട്ട് പോകും. അപ്പോൾ ഫലകങ്ങൾ എന്ത് ചെയ്യുന്നു? പരസ്പരം ഉരസി നീങ്ങുന്നു. ഇങ്ങനെയുള്ള സീമകൾക്ക് പറയുന്ന പേരാണ് ഛേദക സീമ. ഇനി അടുത്ത് നമ്മൾ പറയുന്നു എന്താണ്? സംയോജക സീമകളിൽ ശിലാമണ്ഡല ഫലകങ്ങളുടെ സമ്മർദ്ദ ഫലമായി ശിലാപാളികൾക്ക് വലനം സംഭവിക്കാറുണ്ട്. അപ്പോൾ സംയോജക സീമകളിൽ എന്തുണ്ട്? വലനം സംഭവിക്കാറുണ്ട്. എന്തുകൊണ്ടാണ് വലനം സംഭവിക്കുന്നത്? ശിലാമണ്ഡല ഫലകങ്ങളുടെ സമ്മർദ്ദ ഫലമായിട്ട് അവിടെ ശിലാപാളികൾക്ക് എന്ത് സംഭവിക്കുന്നു? വലനം സംഭവിക്കുന്നു. ഏത് സീമയിലാ? സംയോജക സീമയിൽ. ഇതുമൂലം രൂപപ്പെടുന്ന പർവ്വതനിരകളാണ് മടക്ക് പർവ്വതനിരകൾ. അപ്പോൾ ഇതുമൂലം എന്ത് രൂപം കൊള്ളുന്നു? മടക്ക് പർവ്വതങ്ങൾ രൂപം കൊള്ളുന്നു. അപ്പോൾ മടക്ക് പർവ്വതങ്ങൾ രൂപം കൊള്ളുന്നത് ഏത് സീമയിലാണ്? സംയോജക സീമയിലാണ് മടക്ക് പർവ്വതങ്ങൾ രൂപം കൊള്ളുന്നത്. അതിനുള്ള കാരണം നമ്മൾ പറഞ്ഞു. ശിലാമണ്ഡല ഫലകങ്ങളുടെ സമ്മർദ്ദ ഫലമായി ശിലാപാളികൾക്ക് വലനം സംഭവിച്ചാണ് എന്തുണ്ടാകുന്നത്? മടക്ക് പർവ്വതങ്ങൾ രൂപം കൊള്ളുന്നത്. ഏകദേശം 150-160 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഉപദ്വീപീയ ഇന്ത്യയും ഓസ്ട്രേലിയൻ വൻകരയും ഉൾപ്പെടുന്ന ഇന്ത്യൻ ഫലകത്തിൻ്റെ സ്ഥാനം ദക്ഷിണാർദ്ധഗോളത്തിലായിരുന്നു. അപ്പോൾ ഏകദേശം 150-160 വർഷങ്ങൾക്ക് ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് എന്താണ്? ഏകദേശം 150-160 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഉപദ്വീപീയ ഇന്ത്യയും ഓസ്ട്രേലിയൻ വൻകരയും ഉൾപ്പെടുന്ന ഇന്ത്യൻ ഫലകത്തിൻ്റെ സ്ഥാനം ദക്ഷിണാർദ്ധഗോളത്തിലായിരുന്നു. അപ്പോൾ ദക്ഷിണാർദ്ധഗോളത്തിലായിരുന്നു എന്ത്? നമ്മുടെ ഇന്ത്യൻ ഫലകവും അതുപോലെ ഏതാണ്? ഓസ്ട്രേലിയൻ വൻകരയും ഉൾപ്പെടുന്ന ഫലകത്തിൻ്റെ സ്ഥാനമെന്ന് പറയുന്നത്. ഇനി പിന്നീട് ഇതെന്ത് ചെയ്തു? ഇത് വടക്കോട്ട് നീങ്ങി. ആദ്യം എവിടെയായിരുന്നു? ദക്ഷിണാർദ്ധഗോളത്തിലായിരുന്നു. ഈ ദക്ഷിണാർദ്ധഗോളത്തിലായിരുന്ന ഇത് തെക്ക് നിന്ന് എങ്ങോട്ട് നീങ്ങി? വടക്കോട്ട് നീങ്ങി. എവിടെ പോയി? യൂറേഷ്യൻ ഫലകത്തിനടുത്ത് ചെന്നപ്പോൾ എന്ത് ചെയ്തു? ഈ രണ്ട് ഫലകങ്ങളുടെയും ഇടയിൽ നിലകൊണ്ടിരുന്ന ടെത്തിസ് എന്ന സമുദ്രത്തിൻ്റെ അടിത്തട്ട് എന്ത് ചെയ്തു? മടങ്ങി അത് ഉയർന്നു വരാൻ തുടങ്ങി. അങ്ങനെയാണ് ഹിമാലയൻ പർവ്വതം രൂപം കൊണ്ടത്. അപ്പോൾ ഇവിടെ ഇന്ത്യൻ ഫലകം തന്നിട്ടുണ്ട്, അതുപോലെ യൂറേഷ്യൻ ഫലകം. അപ്പോൾ ഈ ഇന്ത്യൻ ഫലകവും യൂറേഷ്യൻ ഫലകവും എന്ത് ചെയ്തു? ഇങ്ങനെ ബുക്ക് പോലെ അങ്ങ് മടങ്ങി. അങ്ങനെ ഇന്ത്യൻ ഫലകവും യൂറേഷ്യൻ ഫലകവും മടങ്ങിയതിൻ്റെ ഫലമായി എന്ത് ചെയ്തു? ടെത്തിസ് എന്ന് പറയുന്ന ഒരു സമുദ്രം ഉയർന്നു വരാൻ തുടങ്ങി. അപ്പോൾ ടെത്തിസ് എന്ന് പറയുന്ന സമുദ്രത്തിൻ്റെ അടിത്തട്ട് മടങ്ങി എന്ത് ചെയ്തു? ഉയർന്നു വരാൻ തുടങ്ങി. അങ്ങനെയാണ് എന്ത് രൂപം കൊണ്ടത്? നമ്മൾ ഇന്ന് പറയുന്ന ഹിമാലയ പർവ്വതം രൂപം കൊണ്ടതെന്നാണ് പറയുന്നത്. ഇനി ഹിമാലയ പർവ്വതം രൂപം കൊണ്ടിട്ടുള്ളത് ഏത് തരം ഫലക അതിരിലാണ്? അപ്പം നമുക്ക് പറയാലോ, ഏത് തരം ഫലക അതിരിലാണ് നമ്മുടെ ഹിമാലയ പർവ്വതം രൂപം കൊണ്ടിട്ടുള്ളത്? ഏത് തരം ഫലക അതിരിലാണെന്നാണ് നമ്മൾ പറഞ്ഞത്? നമ്മുടെ സംയോജക സീമകളിലാണ് എന്ത് രൂപം കൊള്ളുന്നത്? ഹിമാലയ പർവ്വതം രൂപം കൊണ്ടിട്ടുള്ളത് സംയോജക സീമകളിൽ. അടുത്ത നമ്മൾ പറയുന്നത് ഗിരികന്ധരങ്ങളെ കുറിച്ചാണ്. ഗിരികന്ധരങ്ങൾ എന്താണെന്ന് നോക്കാം. ഗിരികന്ധരങ്ങൾ എന്ന് പറഞ്ഞാൽ ഹിമാലയ നിരയ്ക്ക് കുറുകെയുള്ള ഒരു ഗിരികന്ധരത്തിൻ്റെ പടമാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇത് കണ്ടോ? അപ്പോൾ ഹിമാലയത്തിന് കുറുകെയുള്ള ഒരു ഗിരികന്ധരം എന്ന് പറഞ്ഞാൽ ഇതൊരു ഇടുക്ക് പോലെ ഇങ്ങനെ രണ്ട് പർവ്വതങ്ങൾക്കിടയിലുള്ള ഒരു ഇടുക്ക് പോലെ ഇങ്ങനെ പോരും. അപ്പോൾ ഇത് നമുക്ക് നോക്കാം, എന്താണ് ഗിരികന്ധരം എന്ന് നോക്കാം. ആഴമേറിയതും ചെങ്കുത്തായ വശങ്ങളോട് കൂടിയതുമായ താഴ്വരകളാണ് ഗിരികന്ധരങ്ങൾ അഥവാ ഗോർജസ് എന്ന് പറയുന്നത്. അപ്പോൾ ഗോർജസ് അല്ലെങ്കിൽ ഗിരികന്ധരങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ആഴമേറിയതും ചെങ്കുത്തായ വശങ്ങളോട് കൂടിയതുമായ താഴ്വരകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഗിരികന്ധരങ്ങൾ എന്ന് പറയുന്നത്. സിന്ധു, ഗംഗ, സത്ലജ് തുടങ്ങിയ നദികൾ അപരതനത്തിലൂടെ ഹിമാലയ പർവ്വതനിരയ്ക്ക് കുറുകെ ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്നു.
അപ്പോൾ നമ്മുടെ സിന്ധു നദി, ഗംഗാ നദി, അതുപോലെ സത്ലജ് ഇവയൊക്കെ എന്ത് ചെയ്യുന്നു? നമ്മുടെ ഹിമാലയ പർവ്വത നിരയ്ക്ക് കുറുകെ അപരദനത്തിലൂടെ എന്ത് സൃഷ്ടിക്കുന്നു? ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്നു. അപ്പോൾ ഇതാണ് ഗിരികന്ധരം എന്ന് പറയുന്നത്. ഈ കാണുന്നതാണ് ഗിരികന്ധരം. അടുത്ത് നമ്മൾ ഹിമാലയവും പ്രാദേശിക വിഭാഗങ്ങളുമാണ് പറയുന്നത്. ഹിമാലയത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന നദികൾ പർവ്വതനിരകൾക്ക് കുറുകെ ആഴമേറിയ താഴ്വരകൾ അല്ലെങ്കിൽ ഗിരികന്ധരങ്ങൾ നിർമ്മിച്ചു കൊണ്ടൊഴുകുന്നു. അപ്പം നമ്മൾ പറഞ്ഞല്ലോ ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികൾ, അതായത് പ്രത്യേകിച്ച് സിന്ധു നദിയും ഗംഗയും പിന്നെ ഏതാണ് സത്ലജ് ഇവയൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? ഹിമാലയത്തിന് കുറുകെ ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു. ഹിമാലയത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന നദികൾ പർവ്വതനിരകൾക്ക് കുറുകെ ആഴമേറിയ താഴ്വരകൾ അഥവാ ഗിരികന്ധരങ്ങൾ നിർമ്മിച്ചു കൊണ്ട് ഒഴുകുന്നു. പർവ്വതനിരകൾക്ക് കുറുകെ ഒഴുകുന്ന നദികളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഹിമാലയത്തെ പ്രാദേശിക വിഭാഗങ്ങളായി വേർതിരിക്കുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു? പർവ്വതനിരകൾക്ക് കുറുകെ ഒഴുകുന്ന നദികളെ അടിസ്ഥാനപ്പെടുത്തി ഹിമാലയത്തെ പ്രാദേശിക വിഭാഗങ്ങളായി എന്ത് ചെയ്യുന്നു? വേർതിരിക്കുന്നു. അങ്ങനെ നമ്മൾ പ്രാദേശികമായിട്ട് ഹിമാലയത്തെ വേർതിരിക്കുന്നത് ഏതൊക്കെയായിട്ടാണ്? ഒന്നെന്ന് പറയുന്നത് പടിഞ്ഞാറൻ ഹിമാലയം, മധ്യ ഹിമാലയം, കിഴക്കൻ ഹിമാലയം. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഹിമാലയത്തെ വേർതിരിച്ചത്? പർവ്വതനിരകൾക്ക് കുറുകെ ഒഴുകുന്ന നദികളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഹിമാലയത്തെ നമ്മൾ മൂന്നായി തരംതിരിച്ചത്. പടിഞ്ഞാറൻ ഹിമാലയം, മധ്യ ഹിമാലയം, പിന്നെ ഏതാണ്? കിഴക്കൻ ഹിമാലയം. ഇനി ഇതിൽ ഓരോന്നിനെ കുറിച്ചുമാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഹിമാലയത്തിൻ്റെ 3 പ്രാദേശിക മേഖലകളും അവയെ വേർതിരിക്കുന്ന നദികളുമാണ് ചുവടെ നൽകിയിട്ടുള്ള പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഭൂപടം 1-6 നിരീക്ഷിച്ച് 3 പ്രാദേശിക മേഖലകളും അവയെ വേർതിരിക്കുന്ന നദികളുടെ സ്ഥാനവും കണ്ടെത്തി ഇന്ത്യയുടെ ഭൂപട രൂപരേഖയിൽ വരച്ചു ചേർക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ തന്നിട്ടുണ്ട് ഏതൊക്കെയാണ് ഹിമാലയത്തിൻ്റെ ആ 3 പ്രാദേശിക വിഭജനവും അതിനെ വേർതിരിക്കുന്ന നദികളുമാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യം അത് നമുക്ക് നോക്കാം. അപ്പോൾ ഹിമാലയ മേഖല ഏതൊക്കെയാണ്? പടിഞ്ഞാറൻ ഹിമാലയം. പടിഞ്ഞാറൻ ഹിമാലയത്തെ വേർതിരിക്കുന്ന നദികളാണ് സിന്ധു നദിയും കാളി നദിയും. അപ്പോൾ പടിഞ്ഞാറൻ ഹിമാലയത്തെ വേർതിരിക്കുന്നത് ആരൊക്കെയാണ്? സിന്ധുവും കാളി നദിയുമാണ്. ഇനി മധ്യ ഹിമാലയം ഏതൊക്കെയാണ്? കാളി നദിയും ടീസ്റ്റ നദിയുമാണ് മധ്യ ഹിമാലയത്തെ വേർതിരിക്കുന്നത്. ഇനി കിഴക്കൻ ഹിമാലയത്തെ വേർതിരിക്കുന്നത് ടീസ്റ്റ നദിയും ബ്രഹ്മപുത്ര നദിയുമാണ്. അപ്പോൾ പടിഞ്ഞാറാണെങ്കിൽ സിന്ധു, കാളി. ഇനി മധ്യത്താണെങ്കിൽ കാളി മുതൽ ടീസ്ത വരെ. കിഴക്കൻ ഹിമാലയത്തിലാണെങ്കിൽ ആരൊക്കെയാണ്? ടീസ്ത മുതൽ ബ്രഹ്മപുത്ര ഇവയാണ് ഇതിനെ വേർതിരിക്കുന്ന നദികളെന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പടിഞ്ഞാറൻ ഹിമാലയം നമ്മൾ പറഞ്ഞു. പടിഞ്ഞാറ് ഹിമാലയം ഏതൊക്കെയാണ്? സിന്ധു നദിക്കും അതുപോലെ ഏതിനും ഇടയിലാണ്? കാളി നദിക്കും ഇടയിലാണ്. ഇതാണ് കാളി നദി ഇവിടെയാണ്. അതുപോലെ ഇത് സിന്ധു നദി. അപ്പോൾ ഈ സിന്ധു നദിക്കും കാളി നദിക്കും ഇടയിലുള്ള ഈ ഭാഗമാണ് ഏതെന്ന് പറയുന്നത്? പടിഞ്ഞാറൻ ഹിമാലയം എന്ന് പറയുന്നത്. പടിഞ്ഞാറൻ ഹിമാലയം. അപ്പോൾ ഇവിടെയാണ് പടിഞ്ഞാറൻ ഹിമാലയം വരുന്നത്. സിന്ധുവിനും കാളി നദിക്കും ഇടയിലാണ് എന്ത്? പടിഞ്ഞാറൻ ഹിമാലയം. ഇനി കാളി നദിക്കും അതുപോലെ കാളി നദി ഇവിടെ നമ്മൾ പറഞ്ഞു ഈ കാളി നദിക്കും അതുപോലെ ഏതിന് നമ്മുടെ ടീസ്ത നദിക്കും ഇടയിലാണ് ഏത്? മധ്യ ഹിമാലയം എന്ന് പറയുന്നത്. മധ്യ ഹിമാലയം. കാളി നദിക്കും ടീസ്റ്റ നദിക്കും ഇടയിൽ മധ്യ ഹിമാലയം. ഇനി ടീസ്റ്റ നദിക്കും ബ്രഹ്മപുത്ര ഇവിടെ ഈ ബ്രഹ്മപുത്ര നദിക്കും ഇടയിലുള്ള ഭാഗമാണ് ഏതെന്ന് പറയുന്നത്? കിഴക്കൻ ഹിമാലയം എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഹിമാലയത്തെ എന്ത് ചെയ്തിരിക്കുന്നത്? പ്രാദേശികാടിസ്ഥാനത്തിൽ തരംതിരിച്ചിരിക്കുന്നത്. ഇനി ജമ്മു കാശ്മീരിൻ്റെ വടക്ക് സിന്ധു നദീ താഴ്വര മുതൽ ഉത്തരാഖണ്ഡിൻ്റെ കിഴക്ക് കാളി നദിയുടെ മറ്റൊരു പേര്, അതായത് കാളി നദി എന്ന് പറഞ്ഞാൽ ഖാഖര നദിയുടെ പോഷക നദിയാണ് ഈ കാളി നദി എന്ന് പറയുന്നത്. ഖാഖര നദിയുടെ പോഷക നദിയാണ് കാളി നദി. അപ്പോൾ ജമ്മു കാശ്മീരിൻ്റെ വടക്ക് സിന്ധു നദീ താഴ്വര മുതൽ ഉത്തരാഖണ്ഡിൻ്റെ കിഴക്ക് കാളി നദി വരെ ഉൾപ്പെടുന്ന പടിഞ്ഞാറൻ ഹിമാലയത്തെ
കാശ്മീർ ഹിമാലയം, അതുപോലെ ഹിമാചൽ ഹിമാലയം, പിന്നെന്താണ് ഉത്തരാഖണ്ഡ് ഹിമാലയം എന്നിങ്ങനെ 3 മേഖലകളായി തരംതിരിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ എന്താ ചെയ്തത്? നമ്മൾ പറഞ്ഞു ജമ്മു കാശ്മീരിൻ്റെ വടക്ക് സിന്ധു നദീ താഴ്വര മുതൽ ഉത്തരാഖണ്ഡിൻ്റെ കിഴക്ക് കാളി നദി വരെ ഉൾപ്പെടുന്നതാണ് പടിഞ്ഞാറൻ ഹിമാലയം എന്ന് പറഞ്ഞു. ഈ പടിഞ്ഞാറൻ ഹിമാലയത്തെ നമ്മൾ എത്രയായി തിരിച്ചു? വീണ്ടും 3ആയി തിരിച്ചിട്ടുണ്ട്. അവ ഏതൊക്കെയാണ്? കാശ്മീർ ഹിമാലയം, ഹിമാചൽ ഹിമാലയം, ഉത്തരാഖണ്ഡ് ഹിമാലയം എന്നിങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ട്? 3ആയി തരംതിരിച്ചിട്ടുണ്ട്. ഇനി അതിൽ എന്താണ് കാശ്മീർ ഹിമാലയം എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ കാശ്മീർ ഹിമാലയം എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? ജമ്മു കാശ്മീർ, അതുപോലെ ലഡാക്ക് പ്രദേശത്ത് ഏകദേശം 3.5 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന കാശ്മീർ ഹിമാലയത്തിന് ഏകദേശം 700 കിലോമീറ്റർ നീളവും 500 കിലോമീറ്റർ വീതിയുമുണ്ട്. അപ്പോൾ ജമ്മു കാശ്മീർ ലഡാക്ക് പ്രദേശത്ത് എത്ര കിലോമീറ്റർ വരെ? ഏകദേശം 3.5 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന കാശ്മീർ ഹിമാലയം ഇതിനെങ്ങനെയാണ്? ഏകദേശം 700 കിലോമീറ്റർ നീളമുണ്ട്. അപ്പോൾ കാശ്മീർ ഹിമാലയത്തിൻ്റെ നീളം 700 കിലോമീറ്റർ, വീതി എത്രയാ? 500 കിലോമീറ്റർ വീതിയുമാണ് കാശ്മീർ ഹിമാലയത്തിനുള്ളത്. ഇനി ഇതിന് എത്ര ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയാ? വിസ്തൃതി 3.5 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിലാണ് കാശ്മീർ ഹിമാലയം വ്യാപിച്ചു കിടക്കുന്നത്. അപ്പോൾ കാശ്മീർ എന്ന പേര് കേട്ടാൽ തന്നെ നമുക്കറിയാം ജമ്മു കാശ്മീർ, ലഡാക്ക് എന്നീ പ്രദേശത്താണ് ഏത് ഹിമാലയം ഉള്ളത്? കാശ്മീർ ഹിമാലയം ഉള്ളത്. മഞ്ഞ് മൂടിയ കൊടുമുടികളും താഴ്വരകളും മലനിരകളും നിറഞ്ഞ കാശ്മീർ ഹിമാലയത്തിലെ പ്രധാന പർവ്വത നിരകളാണ് കാരക്കോറം, സസ്കർ, ലഡാക്ക്, പീർ പഞ്ചൽ മുതലായവ. അപ്പോൾ നമ്മുടെ ഏതാണ് മഞ്ഞ് മൂടിയ കൊടുമുടികളും അതുപോലെ താഴ്വരകളും മലനിരകളും നിറഞ്ഞതാണ് കാശ്മീർ ഹിമാലയം എന്ന് പറയുന്നത്. ഇനി ഇവിടുത്തെ പ്രധാന പർവ്വത നിരകൾ ഏതൊക്കെയാണ്? കാശ്മീർ ഹിമാലയത്തിലെ പ്രധാന പർവ്വത നിരകൾ ചോദിച്ചാൽ അതാണ് കാരക്കോറം, സസ്കർ, ലഡാക്ക്, പീർ പഞ്ചാൽ മുതലായവ. അതാണ് കാശ്മീർ ഹിമാലയത്തിലെ പർവ്വതനിരകൾ. ഏതൊക്കെയാണ് ഒന്നുകൂടി പറയാം. കാരക്കോറം, സസ്കർ, ലഡാക്ക്, പീർ പാഞ്ചൽ എന്നിവയാണ് കാശ്മീർ ഹിമാലയത്തിലെ പ്രധാന പർവ്വതനിരകൾ. ഇനി ലോകത്തിലെ 2ാമത്തെ ഉയരമേറിയ കൊടുമുടിയായ മൗണ്ട് കേട്ടു അഥവാ ഗോഡ്വിൻ ഓസ്റ്റിൻ, അതിൻ്റെ ഉയരമെന്ന് പറയുന്നത് ഇവിടെ തന്നിട്ടുണ്ട്. 8611 കിലോമീറ്റർ 11 മീറ്ററാണ് ആരുടെ ഉയരം? നമ്മുടെ ആരുടെയാണ്? കാരക്കോറം മൗണ്ട് കേട്ടുവിൻ്റെ ഉയരമെന്ന് പറയുന്നത്. അപ്പോൾ 8611 മീറ്റർ. അപ്പോൾ എന്താണ് ലോകത്തിലെ 2ാമത്തെ ഉയരമേറിയ കൊടുമുടിയായ മൗണ്ട് കേട്ടു എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കാരക്കോറം നിരയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത് സിയാച്ചിൻ, ബോൾട്ടോരോ തുടങ്ങിയവ ഈ പ്രദേശത്തെ പ്രധാന ഹിമാനികളാണ്. അപ്പോൾ കാശ്മീർ ഹിമാലയത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടത്തെ പ്രധാനപ്പെട്ട ഹിമാനികൾ ഏതൊക്കെയാണ്? 2 ഹിമാനികളുണ്ട്. സിയാച്ചിൻ ഹിമാനിയും ബോൾട്ടോരോ ഹിമാനിയുമാണ് ഇവിടത്തെ പ്രധാന ഹിമാനി എന്ന് പറയുന്നത്. സിന്ധു നദിയിലും അതിൻ്റെ പോഷക നദികളായ രവി, ഝലം, ചിനാബ് തുടങ്ങിയവയിലും വർഷം മുഴുവനും സമൃദ്ധമായ നീരൊഴുക്ക് സാധ്യമാകുന്നത് ഈ ഹിമാനികളാണ്. അപ്പോൾ ഈ സിയാച്ചിനും ബോൾട്ടോരയുമാണ് എന്താണ് സിന്ധുവും അതിൻ്റെ പോഷക നദികളായ ഝലം, ചിനാബ്, രവി തുടങ്ങിയ നദികളിലും വർഷം മുഴുവൻ എന്ത് ചെയ്യുന്നത്? സമൃദ്ധമായ നീരൊഴുക്ക് സാധ്യമാകുന്നത് നമ്മുടെ സിയാച്ചിൻ, ബോൾട്ടോരോ ഹിമാനികളുടെ ഫലമായിട്ടാണ്. പർവ്വതങ്ങളുടെ ഇരുവശങ്ങളെയും തമ്മിൽ ബന്ധിപ്പിച്ച് ഗതാഗതം സാധ്യമാക്കുന്നത് പർവ്വതങ്ങളിലെ ചുരങ്ങളാണ് അഥവാ പാസസ് ആണ്. അപ്പോൾ എന്താണ് ഈ പർവ്വതങ്ങളുടെ ഇരുവശങ്ങളെയും തമ്മിൽ ബന്ധിപ്പിച്ച് ഗതാഗതം സാധ്യമാക്കുന്നത് പർവ്വതങ്ങളിലെ ചുരങ്ങളാണ്. അപ്പോൾ നമുക്കറിയാം ചുരങ്ങൾ ഈ പർവ്വതങ്ങളിൽ പ്രധാനമായിട്ടുള്ളതാണ് ചുരങ്ങൾ എന്ന് പറയുന്നത്. അതെന്ത് ചെയ്യുന്നു? പർവ്വതങ്ങളുടെ ഇരുവശങ്ങളെയും തമ്മിൽ ബന്ധിപ്പിച്ച് ഗതാഗതം സാധ്യമാക്കുന്നു.
പർവ്വതനിരകൾ മുറിച്ചു കടക്കാൻ സഹായകമായ സ്വാഭാവിക ഇടങ്ങളാണ് ചുരങ്ങൾ. അപ്പോൾ ചുരങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ചുരങ്ങൾ അഥവാ പാസസ് എന്ന് പറഞ്ഞാൽ പർവ്വതനിരകൾ മുറിച്ചു കടക്കാൻ സഹായകമായ സ്വാഭാവിക ഇടങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ചുരങ്ങൾ എന്ന് പറയുന്നത്. പർവ്വതനിരകൾ മുറിച്ചു കടക്കാൻ സഹായകമായ സ്വാഭാവിക ഇടങ്ങളാണ് എന്ത്? ചുരങ്ങൾ. പീർ പാഞ്ചൽ പർവ്വതനിരയ്ക്ക് കുറുകെയുള്ള ബനിഹാൾ ചുരമാണ് ജമ്മു പ്രദേശത്തെ കാശ്മീർ താഴ്വരയുമായി ബന്ധിപ്പിക്കുന്നത്. അപ്പോൾ ജമ്മുവിനെ കാശ്മീറുമായി ബന്ധിപ്പിക്കുന്ന താഴ്വര ഏതാണ്? ജമ്മുവിനെ കാശ്മീറുമായി ബന്ധിപ്പിക്കുന്ന താഴ്വരയാണ് ബനിഹാൾ ചുരം. അപ്പോൾ ബനിഹാൾ ചുരം എന്ത് ചെയ്യുന്നു? ജമ്മുവിനെ കാശ്മീർ താഴ്വരയുമായിട്ട് ബന്ധിപ്പിക്കുന്നു. പീർ പാഞ്ചൽ പർവ്വതനിരയ്ക്ക് കുറുകെയാണ് ഏത് ചുരം? ഈ ബനിഹാൾ ചുരം എന്ന് പറയുന്നത്. പീർ പാഞ്ചൽ പർവ്വതനിരയ്ക്ക് കുറുകെയാണ് ഏത്? നമ്മുടെ ബനിഹാൾ ചുരം എന്ന് പറയുന്നത് പീർ പാഞ്ചൽ പർവ്വതനിരയ്ക്ക് കുറുകെ. ഇത് ഏതൊക്കെ പ്രദേശത്തെയാണ് ബന്ധിപ്പിക്കുന്നത്? ജമ്മുവിനെ കാശ്മീർ താഴ്വരയുമായിട്ട് ബന്ധിപ്പിക്കുന്നു ബനിഹാൾ ചുരം. ഇനി നമ്മൾ പറയുന്നത് ഇവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട്. ഇതാണ് സിയാച്ചിൻ ഹിമാനി എന്ന് പറയുന്നത്. ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഭൂമി എന്നാണ് സിയാച്ചിൻ ഹിമാനിയെ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ സിയാച്ചിൻ ഹിമാനിയുടെ പ്രത്യേകത എന്താണ്? ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന യുദ്ധഭൂമിയാണ് സിയാച്ചിൻ ഹിമാനി എന്ന് പറയുന്നത്. ഇനി ഹിമാലയൻ നദികൾ വർഷം മുഴുവനും ജലസമൃദ്ധമായിരിക്കാൻ കാരണം എന്താണ്? ഈ ഹിമാനികളുടെ സാന്നിധ്യം തന്നെയാണ്. ഹിമാലയത്തിലെ പ്രധാന ചുരങ്ങൾ ഒരു അറ്റ്ലസിൻ്റെ സഹായത്തോടെ കണ്ടെത്തി ഭൂപടത്തിൽ ഉൾപ്പെടുത്താനൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഇനി ശുദ്ധജല തടാകങ്ങൾ ധാരാളമുള്ള കാശ്മീർ ഹിമാലയത്തിലെ ഒരു പ്രധാന തടാകമാണ് ദാൽ എന്ന് പറയുന്നത്. അപ്പോൾ ശുദ്ധജല തടാകങ്ങൾ ധാരാളമുള്ള കാശ്മീർ ഹിമാലയത്തിലെ ഒരു പ്രധാന തടാകമാണ് ഏത്? ദാൽ തടാകം. ഈ തടാകത്തിൻ്റെ കരയിലാണ് ശ്രീനഗർ പട്ടണം. അപ്പോൾ ദാൽ തടാകത്തിൻ്റെ കരയിലാണ് ഏത് പട്ടണം? ശ്രീനഗർ പട്ടണം സ്ഥിതി ചെയ്യുന്ന തടാകം ഏതെന്ന് ചോദിച്ചാൽ അത് ദാൽ തടാകമാണ്. കാശ്മീരിലെ ഒരു പ്രധാന വിനോദസഞ്ചാര വാണിജ്യ കേന്ദ്രം കൂടിയാണ് ഈ ഏത്? ശ്രീനഗർ പട്ടണം എന്ന് പറയുന്നത്. അപ്പോൾ കാശ്മീരിലെ ഒരു പ്രധാന വിനോദസഞ്ചാര വാണിജ്യ കേന്ദ്രം ഏതാണ്? അത് ശ്രീനഗറാണ്. ശ്രീനഗർ ഏത് തടാകത്തിന് കീഴിലാണ്? അരികിലാണ്? ദാൽ തടാകത്തിന് അരികിലാണ് സ്ഥിതി ചെയ്യുന്നത്. ദാൽ തടാകത്തിലെ ശിക്കാര തോണികളും ഫ്ലോട്ടിംഗ് മാർക്കറ്റുകളും തോണികളിലെ വിപണികൾ കാശ്മീർ ടൂറിസത്തിൻ്റെ മുഖമുദ്രകളാണെന്നാണ് പറയുന്നത്. അപ്പോൾ ദാൽ തടാകത്തിലെ ശിക്കാര തോണികളും. അപ്പോൾ ഇതാണ് ഈ കാണിച്ചിരിക്കുന്നതാണ് എന്ത്? ശിക്കാര തോണി എന്ന് പറയുന്നത്. ദാൽ തടാകത്തിലെ ഒരു ശിക്കാര തോണിയാണ് നമ്മൾ ഈ കാണുന്നത്. അപ്പോൾ എന്താണ് ഈ ശിക്കാര തോണികൾ എന്ന് പറയുന്നത്? എന്താണ് ഇതിൻ്റെ പ്രത്യേകത? ഇതെന്ന് പറയുന്നത് പിന്നെ എന്താണ്? ഫ്ലോട്ടിംഗ് മാർക്കറ്റ്. ഈ തോണിയിൽ തന്നെ എന്തുണ്ട്? ഫ്ലോട്ടിംഗ് മാർക്കറ്റുകളും തോണികളിൽ തന്നെ വിപണികളുണ്ട്. അപ്പോൾ ഇതൊക്കെ കാശ്മീർ ടൂറിസത്തിൻ്റെ മുഖമുദ്രകളെന്നാണ് പറയുന്നത്. ഇനി നമ്മൾ പറയുന്നത് ഗുൽമർഗിനെ കുറിച്ചാണ്. അപ്പോൾ ഗുൽമർഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് നോക്കാം. പർവ്വതച്ചെരുവുകളിൽ വേനൽക്കാലങ്ങളിൽ രൂപപ്പെടുന്ന പുൽമേടുകളാണ് മർഗുകൾ എന്ന് പറയുന്നത്. അപ്പോൾ മർഗുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? മർഗ് അല്ലെങ്കിൽ മാർഗ് അല്ലെങ്കിൽ ഗുൽമർഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? പർവ്വതച്ചരിവുകളിൽ വേനൽക്കാലങ്ങളിൽ രൂപപ്പെടുന്ന പുൽമേടുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇതേപോലെ ഇരിക്കും. ഇത് വേനൽക്കാലത്ത് ഇത് നല്ല പൂന്തോട്ടമായിട്ട് പൂവൊക്കെ പൂത്ത് നല്ല അതിമനോഹരമായ പൂന്തോട്ടമായി മാറും. ഇതിനെയാണ് മർഗുകൾ എന്ന് പറയുന്നത്. ശൈത്യകാലങ്ങളിൽ ഇതെന്ത് ചെയ്യുന്നു? മഞ്ഞ് മൂടപ്പെടുന്ന മർഗുകൾ സ്കീയിങ് പോലുള്ള മഞ്ഞുകാല വിനോദങ്ങൾക്കായി ധാരാളം സഞ്ചാരികളെ ആകർഷിക്കുന്നു. അപ്പോൾ ശൈത്യകാലത്ത് നോക്ക്, മഞ്ഞുകാലത്ത് ഇതെന്തായി മാറുന്നു? ഈ വേനൽക്കാലത്തുള്ള ഈ പൂന്തോട്ടം ഇതേപോലെ ആയി മാറുന്നു. അപ്പോൾ ഈ സമയത്ത് ആളുകൾ സ്കീയിങ് പോലുള്ള ഇതൊക്കെ നടത്തുന്നത് ഈ മഞ്ഞുകാലത്താണ്. ഇനി വിനോദങ്ങൾക്ക് അപ്പോൾ ഇതുപോലുള്ള ധാരാളം
എന്താണ് മാർഗുകൾ എവിടെയുണ്ട്? നമ്മുടെ ജമ്മുവിലുണ്ട്, ജമ്മു കാശ്മീരിൽ ധാരാളം മാർഗുകളുണ്ട്. അപ്പോൾ ഇത് പ്രധാനമായിട്ടുള്ള മാർഗുകൾക്ക് ഉദാഹരണം ചോദിച്ചാൽ ഏതൊക്കെ നമുക്ക് പറയാൻ പറ്റും? സോനാമാർഗ്, ഗുൽമാർഗ് എന്നിവ ഇവയിൽ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ സോനാമാർഗ്, ഗുൽമാർഗ് എന്നിവയൊക്കെ ഏതാണ്? പർവ്വത ചെരുവുകളിൽ വേനൽക്കാലങ്ങളിൽ രൂപപ്പെടുന്ന പുൽമേടുകളാണ് മാർഗുകളെന്ന് നമ്മൾ പറഞ്ഞു. എന്താണ് ഇത്? മഞ്ഞുകാലമായാൽ അതെന്തായി? ആ മാർഗുകൾ മഞ്ഞ് മൂടപ്പെട്ട് അവിടെ സ്കീയിങ് പോലുള്ള മഞ്ഞുകാല വിനോദങ്ങൾക്കായിട്ട് സഞ്ചാരികളെയൊക്കെ ആകർഷിക്കുമെന്ന് പറഞ്ഞു. അതുപോലെ സോനാമാർഗ്, ഗുൽമാർഗ് ഇവയൊക്കെ കശ്മീരിലെ പ്രധാനപ്പെട്ട മാർഗുകളാണെന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ നമ്മൾ ഏകദേശം 1 മണിക്കൂർ ആകാറായി. അപ്പോൾ നമുക്ക് ഈ ഒരു പാർട്ട് ഇവിടെ വെച്ച് എന്ത് ചെയ്യാം? നിർത്താം. അപ്പോൾ ഇതിൻ്റെ അടുത്ത ഭാഗം നമ്മൾ അടുത്ത ഒരു ക്ലാസ്സിലായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായിട്ട് ഇടുക. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് തൽക്കാലം നമ്മൾ ഇന്നത്തേക്ക് ഇവിടെ വാങ്ങുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക്